ഓരോ ഞായറാഴ്ചകൾ കഴിയുമ്പോഴും ആക്ച്വലി എൻ്റെ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ 250th GT എന്ന് പറയുന്ന ഗ്രാൻഡ് ഇവന്റിലേക്ക് ഇനി വളരെ കുറച്ച് ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ GT 250യുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മളെ ഗൈഡ് ടോക്ക് തന്നെ GT 250യിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ കൂടിയാണ് ടോപ്പിക് മാനിഫെസ്റ്റേഷൻ സീരീസ് എന്ന രീതിയിൽ എടുത്തത്. അത് വെറും മാനിഫെസ്റ്റേഷൻ അല്ല, എത്തിക്കൽ ആൻഡ് മിസ്റ്റിക്കൽ മാനിഫെസ്റ്റേഷൻ. മിസ്ഗൈഡൻസ് ഇല്ലാതെ, മിസ് അലൈൻമെന്റ് ഇല്ലാതെ, നമ്മുടെ സോളുമായി അലൈൻ ചെയ്തുകൊണ്ട് തന്നെ ഹാർമോണിയസ് ആയിട്ട് എത്തിക്കലായിട്ട് എങ്ങനെ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ, അല്ലെങ്കിൽ പാരലലി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സയന്റിഫിക് പ്രെയർ മെത്തഡോളജി എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിന്റെ ഒരു കൺക്ലൂഷനും ഇതിന്റെ ഒരു എക്സ്റ്റൻഷനുമാണ് നമ്മളുടെ GT 250th ഇവന്റിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഡിസ്കഷൻസ് പോകണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു സീരീസ് ആയിട്ട് ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മളെ ഇവന്റുകളുടെ ഒരു പ്രത്യേകത, അതിൽ പൊതുവെ നമ്മളെ ഏതെങ്കിലും വർക്ക്ഷോപ്പ് ചെയ്തവരല്ലാത്ത ഒരുപാട് പുതിയ ആളുകൾ വരും. അപ്പൊ പലപ്പോഴും പുതിയ ആൾക്കാർ വരുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഡെപ്ത് ഓഫ് വിസ്ഡം, അതിന്റെ ഒരു മെത്തഡോളജിയിലേക്കൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വരാൻ മാക്സിമം നമ്മൾ മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മുടെ സെഷൻസിലേക്ക് കൊണ്ടുവരാറുള്ളത്. കാരണം ഇവിടെ വരുന്നവർക്കൊക്കെ നമ്മുടെ സെഷന്റെ ആ ഡെപ്ത് അറിയാം, മെത്തഡോളജി അറിയാം എന്നുള്ള. അപ്പൊ ആ ഒരു മിസ്സിങ് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് മാനിഫെസ്റ്റേഷൻ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഓരോ ആഴ്ചകളിലും നമ്മൾ ഇതിന്റെ ടോപ്പിക് ഡിസ്കഷൻസ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്ന് പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചകളിലെ ഗൈഡഡ് ടോക്ക് സീരീസ് യൂട്യൂബിൽ ഏഡിയൻ ടോക്സിന്റെ യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. അതുകൂടി കാണാൻ വേണ്ടി ശ്രമിക്കാം. കാരണം പറയുന്നത് ചിലപ്പോൾ ചില പോയിന്റുകളൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ അതിൽ മിസ് ഔട്ട് ആയി പോകുന്ന ചില പ്രധാനപ്പെട്ട കോർ അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഒന്നാമത്തെ സീരീസ് തുടക്കുമ്പോൾ തന്നെ ഇതിൽ ഒന്നാമത്തെ സെഷനിൽ ഞാൻ പറഞ്ഞത് നമ്മൾ എങ്ങനെയാണ് മാനിഫെസ്റ്റേഷനുള്ള പവർ നമുക്ക് എവിടെ നിന്ന് വരുന്നു. അപ്പൊ നമ്മൾ നമുക്കുള്ളിലെ ഡ്രോപ്പിന്റെ ഉള്ളിലുള്ള ഓഷനെ കുറിച്ചൊരു ഡിസ്കഷൻ പോയിന്റ്, മിസ്റ്റിക്കലി ഉള്ള അണ്ടർസ്റ്റാൻഡിങ് റൂമിയുടെ ബേസിസിൽ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയത്. ദെൻ കമ്മിങ് ടു ലാസ്റ്റ് വീക്ക് നമ്മൾ അതിന്റെ നെക്സ്റ്റ് സെഷൻ ആയിട്ട് പറഞ്ഞത്, ഒരിക്കലും നമ്മുടെ സോളിനെ സെല്ല് ചെയ്തുകൊണ്ട് മനസ്സിന് വേണ്ടിയിട്ട്, ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നെപ്സിന്റെ പ്രേരണ എന്നൊക്കെ പറഞ്ഞ പോലെ ഡിസയേഴ്സിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും മാനിഫെസ്റ്റേഷന്റെ പിറകെ പോകാതിരിക്കുക. അത്തരം ഘട്ടങ്ങളിൽ മിക്കവാറും നമ്മുടെ സ്പിരിച്വൽ ഇന്റലിജൻസ് നഷ്ടപ്പെടുകയും എന്നാൽ മറ്റുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് റെഡിയായി കിട്ടിയേക്കാം, പക്ഷെ ലോങ് ടേം റണ്ണിലേക്ക് അത് നമുക്ക് ഗുണകരമാകില്ല. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് ആണ് മാനിഫെസ്റ്റേഷൻ ബേസ് ചെയ്തിട്ട് ലാസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ട് ഇന്നത്തതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിനെസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം ഒരു സിമിലർ ആയിട്ട് കേട്ട കുറെ കാര്യങ്ങളെ പോലെ തോന്നുമെന്നുള്ള. അപ്പൊ അത് മിസ്സാക്കാതിരിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഇൻ കേസ് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തായാലും യൂട്യൂബിൽ കാണുമ്പോൾ മുന്നേ ഉള്ളത് കൂടി എന്ത് ചെയ്യുക, കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാണ്. ഇനി ഇന്നത്തെ നമ്മളെ GT ഡിസ്കഷൻസിലേക്ക് നമുക്ക് വരാം. ഇപ്പോ ഇന്ന് നമ്മുടെ എന്താ പറയാ, ട്രെയിനേഴ്സിന്റെ, കോച്ചസിന്റെ സക്സസ് സ്റ്റോറി ഉള്ള ഗൈഡഡ് ജേർണി ഷെയറിംഗ് ഉള്ള ഡേ ആണ്. എപ്പോഴും ഓരോ ഗൈഡഡ് ജേർണി ഞാനും വളരെ ക്യൂരിയസ് ആയിട്ട് കേൾക്കാറില്ല. കാരണം ഇന്നിപ്പം ഷഹാന ഇവിടെ സംസാരിച്ച പോലെ തന്നെ മാനിഫെസ്റ്റേഷന്റെ ഓരോരോ മാജിക്സും എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഓരോ ട്രെയിനേഴ്സും കോച്ചസും എന്ന് പറഞ്ഞാൽ. ഞാൻ ട്രെയിനേഴ്സും കോച്ചസും ഒക്കെ അവർ ട്രെയിനറായിട്ട് അല്ലെങ്കിൽ ട്രെയിനർ ആകാൻ വേണ്ടി നമ്മളെ ട്രെയിനേഴ്സ് പ്രോഗ്രാമിൽ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളാണ് ആക്ച്വലി ഇത് പഠിപ്പിക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ അത്രമാത്രം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ സർപ്രൈസിങ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല അത് തോന്നിയ അവസ്ഥ എന്നാണ് നിങ്ങൾ ഈ സ്റ്റേറ്റിൽ എത്തിയിരിക്കണത്, ഈ പ്രോഗ്രാമിൽ എത്തിയിരിക്കണത്. അപ്പൊ അവിടെ തന്നെ നിങ്ങളൊരു ലൈഫ് എക്സാമ്പിൾ ആണ്. ഒരു ട്രെയിനറോ കോച്ചോ ജസ്റ്റ് ഒരു സർട്ടിഫിക്കേഷൻ കൊണ്ട് സംഭവിക്കേണ്ടതല്ല, അതിനപ്പുറത്തേക്ക് അവരുടെ ലൈഫായിരിക്കണം അവരുടെ ഏറ്റവും നല്ല മെസ്സേജ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇത് പഠിപ്പിക്കാൻ എന്താണ് അർഹത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കുറെ കപ്പ് ഉണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എന്റെ ലൈഫ് ഇറ്റ് സെൽഫ് ഇസ് ദ പ്രൂഫ് ഫോർ ദാറ്റ് എന്ന് പറയുമ്പോഴാണ് എക്സാക്ട്ലി അത് കണക്ടിങ് ആയിട്ട് മാറാം. അപ്പൊ അതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് ഇന്നിപ്പോ ഇവിടെ സക്സസ് സ്റ്റോറി അല്ലെങ്കിൽ ഗൈഡഡ് ജേർണി ഷെയർ ചെയ്തിട്ടുള്ള ഷഹാനയുടെ ലൈഫും GCയിൽ നിന്നും GCTP വരെയുള്ള ജേർണി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഷഹാന ഷെയർ ചെയ്തു പോയി. എനിവേ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ലൈഫിൽ ട്രാൻസ്ഫോം ചെയ്യാനും പറ്റുന്നു. അതിന്റെ വെലോസിറ്റി ഇനിയും കൂടട്ടെ, അത് ഇനിയും 10x ലെവലിലേക്ക് മാറിയിട്ട് ഒരുപാട് ആളുകളിലേക്ക് ഇവിടുന്ന് പഠിച്ചതിന്റെ വെളിച്ചവും അറിവും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇനിയും നമ്മുടെ മറ്റുള്ള എല്ലാ കോച്ചസും അവരുടെ ഗൈഡ് എന്ന രീതിയിൽ എന്നെ പ്രൗഡ് ആക്കുന്നത് പോലെ ഷഹാനക്കും സാധിക്കട്ടെ, ഓൾറെഡി ആണ്, ഇനിയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ ഡിസ്കഷനിലേക്ക് വരാം എന്നുള്ളതാണ്.
അപ്പം മാനിഫെസ്റ്റേഷൻ എന്ന ടോപ്പിക് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്രയും ആളുകൾ ഇവിടെ വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളിൽ എവിടെയോ ഈ ടോപ്പിക്കിനോട് ഒരു താല്പര്യം ഉള്ളത് കൊണ്ടാണ്. നമ്മൾ എവിടെയെങ്കിലും ഈ രാവിലെ തന്നെ ഇത്ര നേരത്തൊക്കെ തന്നെ പോയി ഇരിക്കണമെങ്കിൽ അവിടെ നമുക്ക് താല്പര്യമുള്ള, നമുക്ക് കണക്റ്റിംഗ് ആകുന്ന, നമുക്ക് എവിടെ ടേസ്റ്റ് ഉള്ള എന്തോ ഒരു സംഭവം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം റൂമിയുടെ ഒരു കോട്ട് പറഞ്ഞു തന്നെ നമുക്ക് ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ പോയിന്റിലേക്ക് അടുക്കാം. ജലാലുദ്ദീൻ റൂമി പറയുന്നുണ്ട്, ദ ബ്യൂട്ടി യു സീ മീ ഇൻ ഇസ് ദ റിഫ്ലക്ഷൻ ഓഫ് യു. ദ ബ്യൂട്ടി യു സീ മീ ഇൻ ഇസ് ദ റിഫ്ലക്ഷൻ ഓഫ് യു. എന്നിൽ നിങ്ങൾ കാണുന്ന സൗന്ദര്യം, ആസ്വാദനം, സന്തോഷം ഒക്കെ ആക്ച്വലി നിങ്ങളുടെ തന്നെ പ്രതിഫലനമാണ് എന്നുള്ളതാണ്. എന്തിനാണ് ഞാൻ ഈ കോട്ട് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് ഒരുപാട് റിഫ്ലക്ട് ചെയ്യുന്നതായിട്ടുണ്ട്. നമ്മളെ മൈൻഡിനെ മാനിഫെസ്റ്റേഷന് വേണ്ടി പോളിഷ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കുമ്പോൾ, മാനിഫെസ്റ്റേഷന് സെറ്റ് ആക്കുക എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ മിസ്റ്റിക്കലി പറഞ്ഞാൽ പ്രയറിന് വേണ്ടിയിട്ട് സെറ്റ് ആക്കുക എന്ന് പറഞ്ഞാലും, ഇപ്പോൾ റൂമി ഗ്രൗണ്ട് ലെവലിൽ മനുഷ്യരുടെ തലത്തിലാണ് ഈ പറഞ്ഞു പോണത്. എന്നിൽ നിങ്ങൾ എന്തെങ്കിലും സൗന്ദര്യം കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിഫ്ലക്ഷനാണ്. കാരണം ലൈലയിൽ എന്തെങ്കിലും സൗന്ദര്യം മജ്നൂന് മാത്രം കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മജ്നൂന്റെ ഉള്ളിലെ സൗന്ദര്യമാണ്. ലൈലയെ കണ്ടിട്ട് വേറെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇവളെയാണോ നീ ഇത്രയും കാലം ഭ്രാന്തമായിട്ട് പ്രണയിച്ചു തരുന്നത്? എനിക്കൊരു മൊഞ്ചും അവൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മജ്നൂൻ എന്താ പറയുന്നത്? എന്റെ കണ്ണിലൂടെ നോക്ക്, ഞാൻ കാണുന്ന ലൈലയെ കാണണമെങ്കിൽ എന്റെ കണ്ണിലൂടെ നീ നോക്കി കാണണം എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ റൂമി പറയുന്നുണ്ട്, എന്നിൽ നിങ്ങൾ എന്തെങ്കിലും സൗന്ദര്യം കാണുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നിങ്ങൾക്കുള്ളിൽ സൗന്ദര്യം ഉള്ളത് കൊണ്ടാണ്. ഒരു പോയിന്റ്, ജസ്റ്റ് ലെറ്റ്സ് കീപ് ഇറ്റ് ദർ. ഇത് ഗ്രൗണ്ടഡ്, എർത്തിലി നമുക്ക് മൈൻഡുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കാനുള്ള മാനിഫെസ്റ്റേക്ക് ലിങ്ക് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ഇതേപോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ പറയുന്നു, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നുവോ അങ്ങനെയാണ് അവൻ. എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെയാണ് അവൻ. എന്റെ അടിമ എന്നെ കുറിച്ച് ചിന്തിക്കുകയാണ്, ദൈവം എന്നെ പരീക്ഷിക്കും, എന്നാൽ ഞാൻ അവന് പരീക്ഷിക്കുന്നവനാണ്. ചോയ്സ് തന്നിരിക്കുകയാണ്, എന്റെ അടിമ ചൂസ് ചെയ്യണം, അവൻ ചൂസ് ചെയ്യാണ് ഞാൻ എങ്ങനെയാകണം അവന്. എന്റെ അടിമ ചിന്തിക്കുകയാണ്, ദൈവം സൃഷ്ടാവ് പഠിച്ചോനെ എനിക്ക് നന്മകൾ തരുന്നവനാണ് എന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ അവന് നന്മകൾ നൽകുന്നവനായിട്ട് മാറും. ഞാൻ അവനെ പരീക്ഷിക്കുന്നെന്ന് ചിന്തിച്ചാൽ പരീക്ഷിക്കുന്നവനായിട്ട് മാറും. ഞാൻ അവനെ അനുഗ്രഹിക്കുന്നവനാണെന്ന് ചിന്തിച്ചാൽ അനുഗ്രഹിക്കുന്നവനായിട്ട് മാറും. എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ യാത്ര തുടർത്തുമ്പോൾ പലയിടത്തും ഞാൻ ആ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. വലിയ പ്രയാസങ്ങളോട് ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഒരു 5-6 വർഷം മുന്നേ കോവിഡിന്റെ ഒക്കെ ഒരു പീരീഡ് ഒക്കെ എത്തിയപ്പോഴേക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയും പ്രയാസങ്ങളൊക്കെ ആയിട്ട് ആകെ പെട്ടുപോയ അവസ്ഥകൾ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും എന്റെ വർക്ക്ഷോപ്പിൽ ആ സ്റ്റോറി പറയാറുണ്ട്, എന്റെ മാനിഫെസ്റ്റേഷൻ സ്റ്റോറി പോലെ ഞാൻ പറയാറുണ്ട്. പക്ഷെ ആ ഘട്ടങ്ങളിലൊക്കെ എന്റെ വജ്രായുധമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില മാനിഫെസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. മാനിഫെസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ സെൻസ്, അഫർമേഷനും മാനിഫെസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് തമ്മിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. അഫർമേഷൻ ഒക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ഈ മാനിഫെസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ചുറ്റുപാടിൽ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ അതിന് നോക്കി കണ്ടത് റൂമിയുടെ ഈ സ്റ്റേറ്റ്മെന്റും റൂമി പറഞ്ഞ ആ കോട്ടും അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഞാൻ പറഞ്ഞ ദൈവം പറഞ്ഞിരിക്കുന്നു, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെയാണ് ഞാൻ അവന്. ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ നോക്കിയത്. എന്റെ ചുറ്റിലും പ്രയാസങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ റൂമിയുടെ കോട്ടിന്റെ ബേസിസിൽ ഞാൻ നോക്കിയത്, ഈ ചുറ്റിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും എനിക്ക് അതിന്റെ അകത്ത് വല്ല സൗന്ദര്യം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ അകത്ത് ഇപ്പോഴും സൗന്ദര്യം ബാക്കിയുണ്ട്, പ്രതീക്ഷ ബാക്കിയുണ്ട്, സ്നേഹം ബാക്കിയുണ്ട്, വിശ്വാസം ബാക്കിയുണ്ട്, ഒക്കെ ബാക്കിയുണ്ട് എങ്കിൽ ഐ ആം ഓക്കെ. അല്ലെ, എനിക്ക് അതിലേക്ക് നോക്കുമ്പോൾ ഫുള്ള് പ്രശ്നങ്ങളും ആകെ ടെൻഷനൊക്കെ അടിച്ച് ഇത് എന്താ ഇങ്ങനെ, എന്താ റെഡി ആവാത്തത്, ലൈഫ് മൊത്തം ഔട്ട്സൈഡ് ദ ട്രാക്ക് ആണല്ലോ പോയിക്കൊണ്ടിരിക്കണേ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അതിന്റെ ഇടയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടി എനിക്കത് കാണാൻ വേണ്ടി പറ്റൂല. അപ്പം ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ നടക്കൂല. മാനിഫെസ്റ്റേഷൻ നടക്കും ഇൻ ദ സെൻസ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കണേ. അപ്പൊ ആദ്യം നമ്മൾക്ക് മറ്റുള്ളവരിലെ ഭംഗി കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്കുള്ളിൽ ഭംഗിയുണ്ട് എന്നാണ്. ഒരു കാര്യം കാണുമ്പോൾ അതിൽ 100,000 കുറ്റങ്ങൾ കാണാൻ 100 കണക്കിന് ആൾക്കാരുണ്ടാകുമ്പം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്കുള്ളിലെ നന്മ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ള ഇത്തരത്തിലൊരു സ്റ്റേറ്റ് ഓഫ് തിങ്കിങ് ഉള്ളവർക്കാണ് എത്ര മോശമായിട്ടുള്ള, എത്ര പിറകോട്ട് നിൽക്കുന്ന, ഒന്നിനും കൊള്ളാത്തതായിട്ടുള്ള എന്തിനേയും ഏതൊരാളെയും എടുത്തിട്ട് പരിവർത്തനം ചെയ്യാൻ, മാറ്റിയെടുക്കാനൊക്കെ ഇത്തരത്തിൽ ബ്യൂട്ടി റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് ജലാലുദ്ദീൻ റൂമി 10,000 ആൾക്കാരുടെ ജീവിതത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ കവിതകൾക്കൊക്കെ സാധിച്ചത്. ഹി ഈസ് സ്റ്റിൽ ഇൻ ദ മാനിഫെസ്റ്റേഷൻ പ്രോസസ് ഓഫ് ഇമ്പാക്ടിങ് മില്യൺസ് ഓഫ് പീപ്പിൾ ആഫ്റ്റർ ഹിസ് ഡെത്ത്. 200 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ജീവിച്ചു പോയിട്ട് പോലും ഇപ്പോഴും ആളുകളുടെ ഹൃദയത്തിൽ ചലനം ഉണ്ടാക്കാൻ പറ്റുന്നത് ആ ഒരു സ്റ്റേറ്റ് ആണ്.
അപ്പം ഈ രൂപേണ ഞാൻ എൻ്റെ ലൈഫിൽ അന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഞാൻ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പൊ എനിക്കപ്പോഴും പ്രതീക്ഷ ബാക്കിയിട്ട്, അപ്പൊ നമുക്ക് ഉറപ്പിക്കാം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും പ്രതീക്ഷ തന്നെയാണുള്ളത്, എൻ്റെ ഉള്ളിൽ ഇപ്പോഴും സമാധാനം തന്നെയാണുള്ളത്, എൻ്റെ ഉള്ളിൽ എപ്പോഴും വിശ്വാസം തന്നെയാണുള്ളത്, എൻ്റെ ഉള്ളിൽ ഇപ്പോഴും സൗന്ദര്യമായി തന്നെ ഇരിക്കുന്നുണ്ട്. ചുറ്റിലുള്ള അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യവും എന്നെ ബാധിച്ചിട്ടില്ല. ആ അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ളിൽ പോലും ഞാൻ കാണാൻ ശ്രമിക്കുന്നത് ഓൾ ദിസ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ. ഇതിലൊക്കെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കാരണങ്ങളുണ്ട്. ഇതൊക്കെ എന്തോ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള റീസണുകൾ ഇതിന്റെ പിറകിലുണ്ട് എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കണേ. ഇതൊരിക്കലും എന്ത് ചെയ്യല്ല, ഇങ്ങനെ ഒരു സാധനം എൻ്റെ മൈൻഡിൽ പഠിപ്പിച്ച് വെച്ചത് കൊണ്ട്, ആ ബുദ്ധിയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വരുമ്പം ഞാൻ ഇങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് എന്നതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ ചിന്തിക്കട്ടെ, അങ്ങനെ ചൂസ് ചെയ്യ പോലെയല്ല ചെയ്യണത്. നാച്ചുറലി ആ നടക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് 75 ലക്ഷം രൂപയുടെ കടമാണ് 25-ാമത്തെ വയസ്സിൽ. അപ്പൊ ഞാൻ അതിനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന രീതി മീൻസ് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ള എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തിരിച്ചു വന്ന് അതിനേക്കാളും 10 മടങ്ങ് ക്രിയേറ്റ് ചെയ്ത് രക്ഷപ്പെട്ട് മാനിഫെസ്റ്റ് ചെയ്തെത്തിയ ആൾക്കാർ നമ്മൾ സ്റ്റോറികൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അതിനൊരു എക്സാമ്പിൾ എന്റെ ലൈഫ് കൂടിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ എത്തിച്ചേർന്നപ്പം ഞാൻ ആക്ച്വലി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, 75 ലാഖിന്റെ കടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എന്റെ ചിന്ത എന്താണ്, 75 ലക്ഷത്തിന്റെ കടം തീർക്കണമെങ്കിൽ എനിക്ക് എത്രമാത്രം ഫിനാൻഷ്യൽ പൊട്ടൻഷ്യൽ ഞാൻ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഇത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്റെ ഫിനാൻഷ്യൽ കപ്പബിലിറ്റി എന്തായിരിക്കും. ഒരിക്കൽ അത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര തവണ വേണമെങ്കിലും അത് ഡെവലപ്പ് ചെയ്യാനുള്ള, അത് ക്രിയേറ്റ് ചെയ്യാനുള്ള, അത് ഉണ്ടാക്കിയെടുക്കാനുള്ള പവറാണ് എനിക്ക് കിട്ടാൻ വേണ്ടി പോണേ. മൈ ഗോഡ്. അപ്പൊ ഇത്രയും ലെവലിലേക്കൊക്കെ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിലൊരു അവസരമാണ് കാണാൻ വേണ്ടി പറ്റിയത്. ഇത് ഞാനിങ്ങനെ ചിന്തിച്ചുണ്ടാക്കല്ല, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. നോ, നാച്ചുറലി മൈ തോട്ട് വാസ് പ്രോസസിങ് ഇൻ സച്ച് എ വേ. ഇത് ഗ്രൗണ്ട് റെലം. ഇതേപോലെ തന്നെ കമ്മിങ് ടു ദ റെലം ഓഫ് ദ ആസ് അബോവ്, മുകളിലുള്ള ഡിവൈൻ റെലമിൽ എല്ലാവർക്കും പ്രാർത്ഥനകളും പ്രതീക്ഷകളൊക്കെ ഉണ്ടാവല്ലോ. അപ്പൊ എന്റെ ചിന്തകളിൽ ആ ഘട്ടത്തിൽ ഒരിക്കൽ പോലും എങ്ങനെ വന്നിട്ടില്ല, എന്തുകൊണ്ടാണ് പടച്ചോൻ എന്നെ എങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കണത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കണത്, അങ്ങനെയല്ല ഞാൻ ചിന്തിക്കണേ. എന്റെ ഉള്ളിലെ സ്റ്റേറ്റ്മെന്റ്, മാനിഫെസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എന്റെ ദൈവം, എന്റെ സൃഷ്ടാവ് നീതിമാനാണ്. അപ്പൊ എനിക്ക് വേണ്ടത് ദൈവത്തിന്റെ നീതിയാണ്. സോ അതുകൊണ്ട് എന്ത് സംഭവിക്കുമ്പോഴും റിപ്പീറ്റഡ്ലി ഞാൻ ഒരൊറ്റ കാര്യം ആവർത്തിച്ചിട്ടുള്ളൂ, മുകളിലുള്ളവൻ നീതിമാനാണ്, അവൻ നീതി മാത്രമേ എന്നോട് ചെയ്യുള്ളൂ. വൈ? ബിക്കോസ് നമ്മൾ എങ്ങനെയാണോ അവനെ പെർസീവ് ചെയ്യുന്നത് അങ്ങനെയാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ എന്റെ സാമ്പത്തിക വിഷയങ്ങളൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ചുറ്റിലുള്ള പല ആൾക്കാരും പല അഭിപ്രായങ്ങളും ചോദിക്കുന്ന ഘട്ടത്തിൽ ഞാൻ അവരോട് പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, ആക്ച്വലി ഇത്രത്തോളം പ്രയാസങ്ങൾ ഇങ്ങനെ വന്ന് ഭവിക്കുന്നുണ്ടെങ്കിൽ പടച്ചോന്റെ ഒരു തിരിച്ചടവുണ്ട്. ഇതൊരു ലോൺ എടുത്ത പോലെയാണ്. ഇത് പടച്ചോന്റെ ഒരു തിരിച്ചടവുണ്ട്. ആ തിരിച്ചടവിലേക്ക് വരുമ്പം ഇൻട്രസ്റ്റ് റേറ്റ് നല്ല കൂടുതലായിരിക്കും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ട് കിട്ടും. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, എന്റെ സോളിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ ഇൻവോൾവ് ആയത്. എന്റെ മനസ്സിന്റെ കുറെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. I was thinking I wanted to do something to the people, to help them, to raise them, to change them, to make their life happier. ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതോടുകൂടി തന്നെ അതിന്റെ സോൾ നീഡ് കൂടിയായിട്ട് മാറി എന്നുള്ള, എന്റെ മാത്രം നീഡല്ല, എത്രയോ ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരാളായിട്ട് ഞാൻ മാറുന്നു. ഈ പോയിന്റോട് കൂടി തന്നെ എന്റെ ഈഗോ ഡിസയർ പാർട്ടുകളൊക്കെ മാറിയിട്ട് അത് എന്റെ സോൾ പർപ്പസിലേക്ക് അലൈൻഡ് ആകുന്ന ഒരു മീനിങ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് അത് അലൈൻഡ് ആയി എന്നുള്ളതാണ്. എനിവേ, ഇത്തരത്തിലൊരു ഇന്റൻഷൻ കൂടി വെച്ച് ഈ ഒരു മാനിഫെസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഞാൻ ഒരിക്കൽ പോലും ഒരു പ്രയാസങ്ങൾക്കുള്ളിലും പ്രശ്നങ്ങൾക്കുള്ളിലും ചികഞ്ഞു പോയിട്ട് നെഗറ്റീവ്സ് മാത്രം, എനിക്ക് അതിന്റെ അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കീറി മുറിക്കാൻ വേണ്ടി പോയിട്ടില്ല. എന്നതുകൊണ്ട് തന്നെ എന്റെ സറൗണ്ടിങ്സിൽ അൺഫേവറബിൾ ആയിട്ട് കുറെ കാര്യങ്ങൾ, അൺറിസോഴ്സ്ഫുൾ ആയിട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടി അതിനൊക്കെ എനിക്ക് ഫേവറബിൾ ആക്കി മാറ്റാൻ, റിസോഴ്സ്ഫുൾ ആക്കി മാറ്റാൻ പാകപ്പെട്ട ആന്തരിക സാഹചര്യമായിരുന്നു എനിക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിന് സഹായിച്ച 2 കാര്യങ്ങൾ. ഒന്ന് റൂമിയുടെ കോട്ട്, the beauty you see me is the reflection of you. See, it means the reflection of you. ഇത് ബ്യൂട്ടി എന്നുള്ളത് മാത്രം നമ്മൾ പിടിച്ചു നിൽക്കാതെ നേരെ തിരിച്ച് നമുക്ക് എന്തിലെങ്കിലും കുറവുകൾ മാത്രം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, പോരായ്മകൾ, കുറവുകൾ, സ്കാസിറ്റി, ലാക്കിങ്, ഇത് മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളതെങ്കിൽ നമ്മളുടെ ഉള്ളിൽ സ്കേഴ്സിറ്റി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാത്തിലും പോരായ്മകൾ കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മുടെ ഉള്ളിൽ ലാക്കിങ് അവയർനെസ് കൂടുതലുള്ളത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ള എല്ലാത്തിലും ഒരു ലാക്കിങ് ഫീലിംഗ് ആക്ച്വലി വരാനുള്ള ഒരു കാരണം. അപ്പൊ ഒന്ന്,
നമ്മൾ എത്തിക്കലി മാനിഫെസ്റ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എല്ലാറ്റിലും ബ്യൂട്ടി കാണാൻ വേണ്ടി ശ്രമിക്കാം. അത് ബ്യൂട്ടി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ടല്ല, നാച്ചുറലി തന്നെ നമുക്ക് ആ സ്റ്റേറ്റ് വരുന്നുണ്ടോന്ന് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ഒരു പോയിന്റിൽ നമ്മളെ മൈൻഡ് റെലമിൽ, മനസ്സിന്റെ തലത്തിൽ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണ് ടു ഗെറ്റ് ഇൻ ടു ദ പാർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ. സി, നമ്മളുടെ മനസ്സ് എന്ന് പറഞ്ഞ ഒരു ഏജന്റ് ആണ്. ഏജന്റ് ഇൻ ദ സെൻസ് നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കണം. കഴിഞ്ഞ സെഷൻ ഞാനത് പറഞ്ഞതാണ്, നമ്മുടെ ഊർജത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കണം. നമ്മളിലെ ഊർജം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി കിട്ടിയതുപോലെയാണ്. അതിനെ എന്തും ആക്കാം. യു ക്യാൻ മേക്ക് ഇറ്റ് എനിത്തിങ്. നിങ്ങൾക്ക് അതിനെ എന്തുമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സാധനമാണ് നമുക്കുള്ള ഊർജം എന്ന് പറഞ്ഞാൽ. അപ്പൊ അത്തരത്തിലൊരു പൊട്ടൻഷ്യൽ എനർജി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കാണ്. ഈ ഊർജം എന്തായി മാറണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്ന ഏജന്റ് ആണ് മനസ്സ്. അപ്പൊ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, മടിയാവണ്, ക്ഷീണാവണ്, ഇന്ന് വേണ്ട, തളർച്ച ആണ്, നാളെ തുടങ്ങാം, ന്യൂ ഇയറിലേക്ക് ഇനിയും കുറച്ചുകൂടി ദിവസമല്ലേ, അപ്പൊ ജനുവരി 1 തുടങ്ങാം, ഡിസംബർ 31 ആവട്ടെ, 29 തീയതി വിഷ് ലിസ്റ്റ് ഉണ്ടാക്കി 30 വിഷൻ ബോർഡ് ആക്കിയിട്ട് 31 മുതൽ അഫർമേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് 1 മുതൽ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ മൈൻഡ് ചിലപ്പം പറഞ്ഞുകൊണ്ടിരിക്കണതല്ലാണ്. നമ്മളെ മൈൻഡ് എന്ത് ചൂസ് ചെയ്താലും അതിലേക്ക് എനർജി സപ്ലൈ ചെയ്യാന്നുള്ളത് മാത്രം നമ്മളെ എനർജിക്ക് റോളുള്ളൂ. നമ്മുടെ മൈൻഡ് എന്താ തീരുമാനിക്കണേ? ചടഞ്ഞിരിക്കാം. എന്നാൽ എനർജിയെ ചടഞ്ഞിരിക്കാൻ വേണ്ടി കൊടുക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഭാഗത്ത് ചടഞ്ഞിരിക്കണമെങ്കിൽ പോലും നമുക്ക് എനർജി ഉപയോഗിക്കണം. ഒരു ഭാഗത്ത് വെറുതെ ഇരിക്കണമെങ്കിൽ പോലും നമുക്ക് നമ്മളെ എനർജി ഉപയോഗിക്കണം. ആ എനർജി ഉപയോഗിച്ചുകൊണ്ടാ പറഞ്ഞത് എനിക്ക് തീരെ എനർജി ഇല്ല എന്ന്. അപ്പൊ ആക്ച്വലി എനർജി ഒക്കെ ഉണ്ട്. ഞാനിപ്പോ അതിന് നമ്മൾ ഈ ഫാനിന്റെ ഒക്കെ റെഗുലേറ്റർ കണ്ടില്ലേ? റെഗുലേറ്റർ ഇങ്ങനെ 5ലേക്ക് ഇട്ടാ സ്പീഡ് കൂടും, 1ലേക്ക് ഇട്ടാ സ്പീഡ് കുറയും. അതിനർത്ഥം വോൾട്ടേജ് കുറഞ്ഞതാണോ? അല്ല, നമ്മൾ റെഗുലേറ്റർ കുറച്ച് വെച്ചാണ്. അപ്പൊ അത് സ്ലോ ആക്കി കഴിഞ്ഞാൽ വളരെ സ്ലോ പേസിലാ കാര്യങ്ങൾ പോവാം. അത് സ്പീഡാക്കി കഴിഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ പോകും. ഈ ഫ്രീക്വൻസിയെ ട്യൂൺ ചെയ്യുന്ന ട്യൂണിങ് സെന്റർ ആണ് മൈൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ മൈൻഡിന് ഹൈ ഫ്രീക്വൻസിയിൽ, ഹൈ റെഗുലേറ്ററി സ്റ്റേറ്റിൽ തന്നെ നമ്മളെ എനർജിയെ ചാനലൈസ് ചെയ്യണമെങ്കിൽ അവിടെയാണ് നമ്മളെ മൈൻഡിന് ആപ്റ്റ് ആയിട്ടുള്ള ലേണിംഗ്, ആപ്റ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, ആപ്റ്റ് ആയിട്ടുള്ള വിസ്ഡംസ്, ആപ്റ്റ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൽ ഈ മൈൻഡിന്റെ പ്രോസസ്സിന് ബഗ് വരുത്തുന്നത്, അല്ലെങ്കിൽ ഈ മൈൻഡിന്റെ പ്രോസസ്സിനെ, ഈ എനർജിയെ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മളെ നശിപ്പിക്കാനായിട്ട് മൈൻഡ് നമുക്ക് എതിരിൽ തിരിയുന്ന ഘട്ടം എപ്പിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിലേക്ക് ഈ പറഞ്ഞ പോലത്തിലുള്ള കുറവുകളിലേക്ക് മാത്രം നോക്കുക, പരാതികളെ മാത്രം ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക, അൺഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക, ബ്ലെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലെ ബ്ലിസ് കാണാൻ പറ്റാതെ, ബ്ലെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കെ തന്നെ അൺഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, കംപ്ലൈന്റ് സംഭവങ്ങൾ, ഇതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസുകളെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് 10 കാര്യങ്ങൾ നടന്നതിൽ 2 കാര്യങ്ങൾ അപ്രീഷിയേറ്റീവ് ആയിട്ടുള്ള, ബ്ലെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നതെങ്കിൽ ആ 2 കാര്യങ്ങളെ എടുത്ത് റെഗുലേറ്റ് ചെയ്തിട്ട് വേണമായിരിക്കാം നമുക്ക് ചിലപ്പം അതുപോലത്തെ 10-15 കാര്യങ്ങളിലേക്ക് നമ്മളെ എനർജി കണ്ടെത്താൻ. പക്ഷെ അതിനുള്ള 2 അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിട്ട് അത് തൊടാതെ മറ്റുള്ള 8 കാര്യങ്ങളിലേക്ക് വീണ്ടും പോയി നോക്കിയിട്ട് ഉള്ള എനർജിയെ കൂടി വലിപ്പിച്ച് അതിൽ കൊണ്ടിട്ടിട്ട് അതിലേക്ക് നമ്മൾ കൂടുതൽ പവർ കൊടുത്തിട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മളെ മൈൻഡ്, നമ്മളെ ബ്രെയിനിന് ഫീഡ്ബാക്ക് കൊടുത്തോണ്ടിരിക്കണേ, അല്ലെങ്കിൽ നമ്മളെ അൺകോൺഷ്യസ് പാർട്ടിന് ഫീഡ്ബാക്ക് കൊടുക്കുന്നത് ഇതേപോലത്തെ കൂടുതൽ തരൂ, ഇതേപോലത്തെ കൂടുതൽ തരൂ എന്ന രീതിയിലേക്ക് ആകുന്ന സമയത്ത് വി വിൽ സ്റ്റാർട്ട് അട്രാക്ടിങ് മോർ എ കൈൻഡ് ഓഫ് സച്ച് എക്സ്പീരിയൻസസ്. അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ, കുറഞ്ഞ അൺഫേവറബിൾ ആയിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ കൂടുതൽ നമ്മൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ ഓരോ സിറ്റുവേഷനെയും നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു, അത് നിങ്ങളുടെ അൺകോൺഷ്യസ് വേൾഡിന് കൊടുക്കുന്ന ഫീഡ്ബാക്ക് ആണ്. നിങ്ങൾ എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു എന്നുള്ളത്. അപ്പൊ ഓരോ സെക്കൻഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കും നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ അതിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, നിങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് ആണ് ഇതുപോലത്തെ കൂടുതൽ വേണോ എന്നുള്ളത്. അപ്പൊ ഹൗ യു ലുക്ക് അറ്റ് ദ തിങ്സ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും എന്ത് റിയാക്ഷനും റെസ്പോൺസും ആണോ അത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണെങ്കിൽ ആ ഫീഡ്ബാക്കിലൂടെയാണ് യു ആർ ട്രൈങ് ടു ഫീഡ് ഫോർവേഡ് യുവർ ഡിവൈൻ കോൺഷ്യസ്നസ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ ആ ഫീഡ്ബാക്കുകളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് എന്താകണം നിങ്ങളുടെ ലൈഫ് എന്നതിനുള്ള ഡിവൈൻ ഫീഡ് ഫോർവേഡുകൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമ്പിളി, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറയാണ് ഇന്നത്തെ ദിവസം മൊത്തത്തിൽ കുളമായി,
ഇന്നത്തെ ദിവസം മൊത്തത്തിൽ അലമ്പായി എന്ന അപ്രോച്ച് നിങ്ങൾ ആ ദിവസത്തിന് എടുത്തോണ്ടിരിക്കണമെങ്കിൽ, ഒന്ന്, നിങ്ങൾക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്ക് ദിവസം മൊത്തം കുളമാണ് എന്ന ഫീഡ്ബാക്ക് കൊടുത്തോണ്ടിരിക്കണം. ആ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് സമാനമാണ്. ഐ ആസ്ക് ഫോർ മോർ എന്നത് ചോദിക്കുന്നതിന് സമമാണ് എന്നുള്ളതാണ് ഒന്നാമത്. ഇനി രണ്ടാമത്തെ പാർട്ട്, നിങ്ങൾ ആ ദിവസത്തെ പറ്റിയോ ആ നിമിഷത്തെ പറ്റിയോ അങ്ങനെയാണ് കമന്റ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ, ആ ദിവസം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവം കൂടി അതാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കണമെന്ന് കൂടി നിങ്ങൾ ഫീഡ്ബാക്ക് പറയുന്നുണ്ട്. എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ, എനിക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ, എനിക്ക് ഇന്ന് ഇത്ര കിട്ടിയിട്ടുള്ളൂ, എനിക്ക് ഇത്ര ഇന്ന് നേടാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഇത്രേ മുകളിലുള്ളവൻ തരുന്നുള്ളൂ, മുകളിലുള്ളവൻ എനിക്ക് ഇത്രേ തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ഇത്രേ എനിക്ക് തരുന്നുള്ളൂ എന്ന് പറഞ്ഞതിലൂടെ ഞാൻ ഉദ്ദേശിച്ച അത്രയും തരാത്തവനാണ് അവൻ എന്ന് നേരിൽ പറയാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് എൻ്റെ ദൈവം എനിക്ക് എങ്ങനെയാണ്, എൻ്റെ അടിമ എങ്ങനെയാണോ എന്നെ പറ്റി ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഞാൻ അവന് ദൈവം പറയുമ്പം എൻ്റെ അടിമ, ദൈവത്തിന്റെ അടിമ അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയായിട്ടുള്ള നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത്ര അങ്ങോട്ട് റെഡി ആയില്ല, ഇത്ര അങ്ങോട്ട് കിട്ടിയില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണേ. ഇത്തരത്തിൽ നമ്മൾ ഭൂമിയിൽ ഓരോ അനുഭവങ്ങൾക്കും ഫീഡ്ബാക്കുകൾ കൊടുത്തോണ്ടിരിക്കുമ്പം യു ആർ ആസ്കിങ് മോർ ആൻഡ് യു ആർ മേക്കിംഗ് യുവർ ക്രിയേറ്റർ ഇൻ സച്ച് എ ലെവൽ എന്ന പോയിന്റിലേക്കാണ് എത്തിക്കണേ. എന്നാൽ ഇത് നമുക്ക് എങ്ങനെ റീഫ്രെയിം ചെയ്യാം? നമുക്ക് റീഫ്രെയിം ചെയ്യാൻ പറ്റാം. നിങ്ങൾക്ക് വേണ്ട അത്ര കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത ആ രീതിയിലേക്ക് നിങ്ങളുടെ പെർഫോമൻസ് എത്തിയിട്ടില്ലെങ്കിൽ കൂടി, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി, ആ മൊമെന്റുകൾക്കൊക്കെ ഉള്ളിൽ തന്നെ നിങ്ങൾ കാണേണ്ടത് ഇതിനൊക്കെ മീതെ അബണ്ടന്റ് ആണ് ഞാനും എന്നെ സൃഷ്ടിച്ചവനും. ഇതായിരിക്കണം നമ്മുടെ കോർ ബിലീഫ് അബൌട്ട് അവർ സെൽഫ്. ഇറ്റ്സ് നോട്ട് ബിലീഫ്, ഇറ്റ്സ് എ ട്രൂത്ത്. അതൊരു ട്രൂത്താണ്. ചില സത്യങ്ങളുണ്ട്, ചില സത്യങ്ങളെ നമുക്ക് സത്യമായിട്ട് അറിയാൻ പറ്റാത്തത് കൊണ്ട് സത്യമല്ലാത്തതിനെ നമ്മുടെ വിശ്വാസമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ സത്യമല്ലാത്തതിനെ, മിഥ്യയായതിനെ, ഇലൂഷനായതിനെ, മിഥ്യയായതിനെ നമ്മുടെ വിശ്വാസമാക്കി വെച്ചത് കൊണ്ട് തന്നെ ഇനി വീണ്ടും സത്യം അറിയാൻ വേണ്ടിയിട്ട് സത്യത്തെ വീണ്ടും നമ്മൾ വിശ്വാസമായിട്ട് തന്നെ പഠിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് സത്യം വിശ്വസിക്കേണ്ട, സത്യം അറിയാനുള്ളതാണ്. വിശ്വസിക്കാനുള്ളതല്ല, സത്യം അറിയാനുള്ളതാണ്. അപ്പൊ അറിയേണ്ട സത്യമാണ്, അറിയേണ്ട അനുഭവിക്കേണ്ട സത്യമാണ് ഞാനും എബണ്ടന്റ് ആണ്, എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവും എബണ്ടന്റ് ആണ്. എന്നെ സൃഷ്ടിച്ചവനും ഞാനും എബണ്ടന്റാ. അതെങ്ങനെ? എന്നെ സൃഷ്ടിച്ചവൻ എബണ്ടന്റ് ആയിക്കോട്ടെ, സമ്പൽ സമൃദ്ധിയുള്ള എല്ലാത്തിനും പോന്നവനായിക്കോട്ടെ, ഞാൻ എങ്ങനെ അതാവണത്? അവൻ സൃഷ്ടിച്ചതുകൊണ്ട്. വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയാറില്ലേ? അവൻ സൃഷ്ടിച്ചത് കൊണ്ട് എന്നതാണ്, വേറെ ഒന്നുമല്ല. അപ്പം മാനിഫെസ്റ്റേഷന്റെ ആക്ടിവിറ്റീസിൽ വരുമ്പോൾ ചില അഫർമേഷൻസ് ഒക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാണ്ട്. ഐ ആം ഗ്രേറ്റ് എന്നൊക്കെ ചിലർ പറയും, ഐ ക്യാൻ ക്രിയേറ്റ് എനിത്തിങ് എന്നൊക്കെ പറയും. ഇത് പറയുമ്പം ഐ ആം ഗ്രേറ്റ് എന്ന് എങ്ങനെ പറയാം? ഓൾമൈറ്റി അല്ലേ ഗ്രേറ്റ്? നമ്മൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും ഈ അവബോധത്തിൽ അല്ലെങ്കിൽ പറയരുത്, അത് അഹങ്കാരം തന്നെയാണ്. അതാണ് എന്റെ സ്റ്റാൻഡ്. ദാറ്റ്സ് മൈ ഫൈൻഡിങ്സ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവൻ ഇത്രയും വലിയവനാകുമ്പോ, അവൻ ഇത്രയും ഔന്നിത്യത്തിലുള്ളവനാകുമ്പോ, അവന്റെ സൃഷ്ടിയാണ് ഞാനെങ്കിൽ ഞാൻ എൻ്റെ ഗാർഡിയൻഷിപ്പ് ഓൺ ചെയ്യണത് അവനിലേക്കാണ്, അല്ലാണ്ട് ആധാർ കാർഡിലുള്ള ഗാർഡിയനിലേക്കല്ല. ആധാർ കാർഡിലേക്കുള്ള ഗാർഡിയന്റെ ബോധത്തിൽ നമ്മൾ വിശ്വസിച്ചിട്ട്, അതല്ല സത്യം, അതിൽ നമ്മൾ വിശ്വസിച്ചിട്ട്, ആധാർ കാർഡിലെ സത്യത്തിലുള്ള ആൾക്കാരെ കുറച്ച് ഞാൻ മാഞ്ഞു പോകും. മാഞ്ഞു പോകുന്നത് സത്യമല്ല, ഇല്ലാണ്ടാവണ സത്യമല്ല. എന്നെ പ്രസവിച്ച എൻ്റെ ഉമ്മ, എൻ്റെ ഒപ്പ എല്ലാവരും കുറച്ച് ഞാൻ മാഞ്ഞു പോകും. അതോടുകൂടിയിട്ട് സത്യം പോയി. സത്യം പോയി മീൻസ് പിന്നെ കാഴ്ചയിലില്ല, അപ്രത്യക്ഷമാവും. അവരുടെ കുട്ടി എന്ന് പറഞ്ഞാൽ ഞാനും അപ്രത്യക്ഷമാവും. പക്ഷെ എൻ്റെ ആത്മാവ്, അതിന്റെ നാഥൻ, അത് അപ്രത്യക്ഷമാവുന്നില്ല. അപ്പം നമ്മൾ വിശ്വസിക്കപ്പെട്ട സത്യത്തിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ വിശ്വസിപ്പിച്ച മിഥ്യയിലാണോ നിൽക്കുന്നത്? അതല്ല, അറിയാനും അനുഭവിക്കാനും പറ്റുന്ന സത്യത്തിലാണോ? ഞാൻ പറയുന്നു, സ്പിരിച്വൽ റെലമിൽ നിന്ന് തന്നെ പ്രയറോ മാനിഫെസ്റ്റേഷനോ എന്ത് പേരിട്ട് നിങ്ങൾ വിളിച്ചാലും അത് വളരെ മാജിക്കലായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് അവെയർനെസ് ഉണ്ട്. ആ അവെയർനെസ്സിലെ പ്രധാനപ്പെട്ട പാർട്ടാണ് ഞാനിപ്പോ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഓണർഷിപ്പ് നിങ്ങൾ ആർക്കാണ് ക്ലെയിം ചെയ്തിട്ടുള്ളത്? ടു ഹൂം യു ബിലോങ്. നിങ്ങൾ ആർക്കാണ് നിങ്ങളെ ക്ലെയിം ചെയ്തിട്ടുള്ളത്? അപ്പൊ ചിലപ്പോ പറയുമ്പോ നമ്മളിങ്ങനെ പലതും പറയും, ഞാന് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിൽ കൂടി നമ്മുടെ ഡേ ടു ഡേ ലൈഫ് നമ്മൾ എടുത്ത് നോക്കിയാൽ മിക്കവാറും നമ്മൾ ആർക്കൊക്കെ കടപ്പെട്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കെണിയിൽപ്പെട്ടിരിക്കുന്നത് പോലെ, ഞാൻ ആർക്ക് ഐ ബിലോങ് ടു ഹൂം എന്ന് വെച്ചാൽ ഞാൻ ഒരു അമ്മയാണ്,
എന്ന ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതോടുകൂടി മക്കൾക്ക് വേണ്ടി കടപ്പെട്ടിരിക്കുന്നു എന്റെ ജീവിതം മുഴുവൻ. കടപ്പെട്ടിരിക്കുന്നു എന്ന് ഭംഗിവാക്ക് പറയാം, കുറച്ചുകൂടി ഉള്ളിൽ പോയി നോക്കി കഴിഞ്ഞാൽ കെണിപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതായത് ഇനി മക്കളെ നോക്കി ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഗാർഡിയൻഷിപ്പ്, ഓണർഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് എന്റെ ലൈഫ് ഈസ് എൻറ്റയർലി ഫോർ മൈ മക്കൾസ്, എന്റെ ലൈഫ് ഈസ് എൻറ്റയർലി ഫോർ മൈ ഫാമിലി. അത് തെറ്റെന്നല്ല പറയുന്നത്. പക്ഷെ അവിടെ നിങ്ങളുടെ ഫാമിലിക്കും മക്കൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഇത്രമാത്രം ഓണർഷിപ്പ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് അൾട്ടിമേറ്റ് ട്രൂത്ത് ആയിരിക്കുന്ന, അൾട്ടിമേറ്റ് ട്രൂത്തിൽ കിടക്കുന്ന അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ യു ആർ ക്രിയേറ്റഡ് ബൈ എ ക്രിയേറ്റർ. നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട്, അവന്റെ സൃഷ്ടിയാണ് നിങ്ങൾ, അവന്റെ സൃഷ്ടിയാണ് നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാം. നിങ്ങളുടെ പാരന്റും അവന്റെ സൃഷ്ടിയാണ്. അപ്പം നീ ക്ലെയിം ചെയ്യുന്ന നിന്റെ മക്കള് അല്ലെങ്കിൽ നിന്റെ ഓണർഷിപ്പ് കൊടുക്കുന്ന നിന്റെ പാരന്റ്സ് ആരൊക്കെയാണോ, ഇവരെല്ലാവരും ഓണർഷിപ്പ് എങ്ങോട്ടാ പോകുന്നത്, സോഴ്സ് എവിടാന്ന് നോക്കാം. ആ സോഴ്സിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ യു ആർ ടെല്ലിങ് യെസ്, വെൻ ഐ അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ സ്ട്രെങ്ത് ആൻഡ് ദ ക്വാളിറ്റി ആൻഡ് ദ വാസ്റ്റ്നെസ് ഓഫ് മൈ ഗാർഡിയൻ, ഐ ഫീൽ മോർ കോൺഫിഡൻറ്റ്. ഇപ്പം ഐ ആം വെരി കോൺഫിഡൻറ്റ്. എനിക്കെന്താ ഇന്ന് മുതൽ ഇത്ര ഭയങ്കര കോൺഫിഡൻസ്? ആരാ നിന്റെ പിറകിൽ? അത് പറയില്ല, ഐ ആം വെരി കോൺഫിഡൻറ്റ്. അതായിരിക്കണം. അപ്പൊ ഒരാൾ പറയാം ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറയാൻ പാടില്ല, അത് അഹങ്കാരമാണ്, അത് ദൈവനിന്ദയാണ്. നോ നോ നോ, അവന്റെ ഉള്ളിലുള്ളത് എന്താ നമുക്കറിയില്ലല്ലോ. അത് എന്താന്ന് അറിയാതെ പുറത്തിരുന്ന് വെറുതെ ജഡ്ജ് ചെയ്യരുത്. ക്ലിയർ? ഒരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ആരാണ് എന്റെ പിറകിൽ? ഒരാൾ പോയിട്ട് ഒരു ഷോപ്പിൽ സാധനം വാങ്ങിക്കാൻ ഒരു കുട്ടി, ആ കുട്ടി ഷോപ്പിൽ പോയിട്ട് പറയാണ് എനിക്ക് 2 കിൻഡർ ജോയ് വേണം. ഓക്കെ, എനിക്ക് 2 കിൻഡർ ജോയ് വേണം. അപ്പൊ ഷോപ്പിന്റെ ഓണർ ചോദിക്കാണ് 2 കിൻഡർ ജോയ് വാങ്ങിക്കാന് മാത്രം നിന്റെ അടുത്ത് എവിടുന്ന പൈസ? എന്റെ ബാപ്പ അംബാനിയാണ്. ബാപ്പ അംബാനി എന്നാ തരാം. അങ്ങനെ പോണോടത്തൊക്കെ പറയാണ് എനിക്ക് 2 സിപ്പപ്പ് വേണം, എന്റെ ബാപ്പ അംബാനിയാണ്. ഇങ്ങനെ പോണോടത്തൊക്കെ എന്റെ ബാപ്പ അംബാനിയാണ്, എന്റെ ബാപ്പ അംബാനിയാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് അവൻ പറയുമ്പം എന്തുകൊണ്ട് അവൻ 2 കിൻഡർ ജോയ് വേണമെന്ന് കൂളായിട്ട് പറഞ്ഞു? അവന്റെ അടുത്ത് അതിനുള്ള ഫിനാൻഷ്യൽ സപ്ലൈ കൊടുക്കാൻ പറ്റിയൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ബാക്കിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമ്പോഴാണ് അൾട്ടിമേറ്റ് ട്രൂത്തിലേക്ക് നമ്മൾ കൊടുത്തിട്ട് എപ്പോഴും എന്റെ ദൈവം വലിയവനായതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് ചെയ്തിരിക്കും, എന്റെ ദൈവം വലിയവനായതുകൊണ്ട് ഞാൻ എക്സാമിന് പാസ്സാവാൻ പോവാണ്, എന്റെ ദൈവം വലിയവനായതുകൊണ്ട് ഞാൻ ചായ കുടിക്കുകയാണ്, എന്റെ ദൈവം വലിയവനായതുകൊണ്ട് ഇതാ എന്റെ ഡൈജഷൻ നടക്കാണ്. ഇതിങ്ങനെ എപ്പോഴും ഓർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മൊത്തത്തിൽ ഞാനങ്ങ് കൊടുത്തിരിക്കുകയാണ്, സറണ്ടർ ചെയ്തിരിക്കുക. എന്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും അതിന്റെ പിറകിൽ അവനുണ്ട് എന്ന ബോധ്യത്തിലെത്തുമ്പം നിങ്ങളുടെ ശ്വാസവും ചലനവും നടത്തവും ഇരുത്തവും എല്ലാം ദഹനവും തുടങ്ങിയിട്ട് എന്തൊക്കെയുണ്ടോ എല്ലാ പ്രക്രിയകളും നിങ്ങൾ അൾട്ടിമേറ്റ് ട്രൂത്തിലേക്ക് സറണ്ടർ ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്നും നമ്മുടെ മൈൻഡിന് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഹയർ അവെയർനെസ്സിൽ, ഹയർ കോൺഷ്യസ്നെസ്സിൽ ഓപ്പറേറ്റ് ചെയ്യാൻ. നമ്മളെ മനസ്സിന് ചൂസ് ചെയ്യാം ഏത് ബോധത്തിൽ പ്രവർത്തിക്കണം എന്ന്. അപ്പൊ മിക്കവാറും പല ആൾക്കാരുടെ ബോധവും ഭൂതബോധമായിരിക്കും. ഭൂതബോധം എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിലെ ബോധത്തിലായിരിക്കും പല ആൾക്കാരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറെ കാലമായിട്ട് ഞാനിതാ ഈ വീട്ടിന്റെ ഈ മുറിക്കുള്ളിൽ ഞെരകിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലമായിട്ട് പ്രവാസിയായിട്ട് ഈ മുറിയിൽ തന്നെ അല്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഈ അറബിക്ക് കീഴിൽ തന്നെ ഞാൻ ഇങ്ങനെ ഞെരകിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഭൂതകാലത്തിലെ ബോധത്തിൽ ഇയാൾക്ക് ഞാൻ അടിമപ്പെട്ടിരിക്കുന്നു, ഇതൊന്നും എനിക്കൊരു മോചനമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളെ ക്ലെയിം ചെയ്ത് കെട്ടിരിക്കുക. നിങ്ങളെ മനസ്സിന് ആ അതോറിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു വലിയ അതോറിറ്റിയെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും ദൈവത്തിന് കൊടുക്കുന്ന പ്രിയോറിറ്റിയെക്കാളും കൂടുതൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്നാലും ഇവിടെ നിന്നൊക്കെ എങ്ങനെ ഇനി ലൈഫ് മാറാനാ എന്നൊരു സാധനം വരുമ്പം സ്റ്റേറ്റ് ഓഫ് അവെയർനെസ് ഓഫ് ദ മൈൻഡ് ടു ചാനലൈസ് ദ ഓഷൻ ഇൻ യു. നിങ്ങൾക്കുള്ളിൽ കടലുണ്ട്, കടലിന്റെ തുള്ളിയാ നിങ്ങൾക്കുള്ളിൽ കടലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കടലിന്റെ ശക്തി എടുക്കാൻ പറ്റില്ല, ബദലായിട്ട് കടലക്കയുടെ ശക്തിയെ കിട്ടുന്നുള്ളൂ. അപ്പൊ കടലക്കയുടെ ശക്തി എന്ന് പറഞ്ഞാൽ കടലക്കൻ എന്താ ചെയ്യുക, കടലിന്റെ അടുത്തുള്ള മണൽപ്പരിപ്പ് കൊണ്ടിട്ട് അത് മണ്ണിട്ട് ചൂടാക്കി അതിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇതേ നമുക്ക് കിട്ടുന്നുള്ളൂ. വൈ? ബിക്കോസ് വി ചൂസ് ദാറ്റ് സ്റ്റേറ്റ് ഓഫ് അവെയർനെസ്. അപ്പൊ ഒന്ന്, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെ കാണുന്നു അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവിക ബോധത്തിലേക്ക് ഒരാൾ ചേർക്കുമ്പോൾ തന്നെ അയാളുടെ കോൺഫിഡൻസ് കൂടും. ആ കോൺഫിഡൻസ് അയാളുടെ എല്ലാ ഇടപെടലിലും സമ്പാദങ്ങളിലും സംവേദനങ്ങളിലും ഒക്കെ അത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ വെറും ഇരുമ്പായിരിക്കുന്ന നമ്മൾക്ക് എപ്പോഴാണ് മാഗ്നറ്റിക് പവർ കിട്ടുന്നത്? ഒരു പ്രപഞ്ച സത്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സയന്റിഫിക് ട്രൂത്ത് ആണ്, എല്ലാവർക്കും അറിയാം, ശാസ്ത്രീയ സത്യം തന്നെയാണ്. ഇരുമ്പിന് കാന്തമാകാൻ പറ്റും.
ഇരുമ്പിനെ നമുക്ക് കാന്തികവൽക്കരിക്കാം അല്ലെ. അപ്പൊ ഇരുമ്പിനെ കാന്തികവൽക്കരിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ് പിന്നെ കാന്തത്തിന്റെ ക്വാളിറ്റി കാണിക്കും. അപ്പം വെറും 2 കിലോഗ്രാം ഉള്ള ഇരുമ്പിന് ഇന്നലെ വരെ 10 കിലോഗ്രാം ഭാരമുള്ള ഇരുമ്പിനെ പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതിനെ, ആ ഇരുമ്പിനെ തന്നെ, ആ അയൺ റോഡിനെ തന്നെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്തതോട് കൂടിയിട്ട് അതിനേക്കാളും 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ഭാരമുള്ളതിനെ വലിച്ച് ആകർഷിക്കാൻ വേണ്ടി പറ്റുന്നു. ഇന്ന് നിങ്ങൾ തുരുമ്പ് പിടിച്ച ഇരുമ്പിന്റെ ബോധത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് ഭൂതം ബാധിച്ച ബോധത്തിലുള്ള തുരുമ്പ് പിടിച്ച ഇരുമ്പിന് സമാനമായിട്ടാണ് നിങ്ങൾ ഇരിക്കണമെങ്കിൽ, ഭൂതകാലം, അന്ധകാലം, അതിൽ തന്നെ എപ്പോഴും എവിടെ പാസ്റ്റ് മുതലാണ് നമ്മൾ നാളെ എന്താവുന്ന എങ്ങനെ ആലോചിക്കില്ല, ഇന്നലെ വരെ എന്താന്ന് ആലോചിച്ചിട്ട് നാളേക്ക് നമ്മൾ തീരുമാനിക്കുള്ളൂ. അപ്പൊ ചോദിക്കാണ്, ഇന്നൊരു സംഭവമാണ് പോയി ചെയ്യണോ, എത്ര സാലറി, എന്തൊരു 3-3.5 കിട്ടും. എനിക്ക് നടക്കും തോന്നില്ല. കാരണം മിക്കവാറും എനിക്കത് കിട്ടില്ല. കാരണം ഞാൻ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആകെ ഒരു 25,000-30,000 വർക്ക് ചെയ്ത്. അപ്പൊ മിക്കവാറും 3.5 ലക്ഷം എന്നൊക്കെ പറയുന്നതിന് 10 ഇരട്ടി വേണമെങ്കിൽ ഞാൻ അതിന് എന്തായാലും ആപ്റ്റ് ആയിരിക്കൂല. എന്നാ അപ്പുറത്ത് പോയിട്ട് പിന്നെ എടുക്ക് ബോധം തുരുമ്പ് വിടുമ്പോ പറയും ചെയ്യുന്നത്, ഞാൻ ഇങ്ങനൊന്നും വർക്ക് ചെയ്താ പറയും, ഞാൻ ചെയ്യുന്ന വർക്കൊക്കെ വെച്ചിട്ട് ഇതിനേക്കാളൊക്കെ എത്രയോ സാലറി ഞാൻ അർഹിക്കുന്നുണ്ട്. എന്നാ അർഹത ഉള്ളത് വരുമ്പോ വീണ്ടും ഭൂതത്തിൽ പോയിരുന്നിട്ട്, അല്ല ഞാൻ അത്രയൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ടോ, അതിലേക്കൊക്കെ ഞാൻ ആയിട്ടുണ്ടോ, എനിക്ക് അങ്ങനെ വരാനൊന്നും ചാൻസ് പോലും ഇല്ല എന്ന് തുരുമ്പ് പിടിച്ചിരിക്കുന്ന അവസ്ഥയിലുള്ള നമ്മളെ ചിന്തകൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാന്തികവൽക്കരിക്കപ്പെട്ട നമ്മൾ ചെയ്യുന്നതിന് കുന്നിക്കുരുവോളം ആഗ്രഹിക്കുമ്പം കുന്ന് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്കാവുന്നില്ല. അപ്പൊ നമ്മൾ ഈ ഇരുമ്പിന്റെ അവസ്ഥയിലിരിക്കുന്ന ഘട്ടത്തില് നമ്മളെ ബോധം ഇങ്ങനെ കിടക്കണം, തുരുമ്പ് പിടിച്ച അവസ്ഥയിലാണ്. എന്നാൽ എപ്പോഴാണ് ഒരു ഇരുമ്പ് കാന്തമായി മാറുന്നത്? അതിലേക്ക് എനർജി പാസ് ചെയ്യണം അല്ലെ, അതിനെ മാഗ്നറ്റൈസ് ചെയ്യണം. അപ്പൊ ഒരു പ്രത്യേക എനർജി വരുന്നു. അപ്പൊ അതിന്റെ സാധ്യത, ഇരുമ്പ് ഒരു കഷ്ണമായിട്ട് ഒരിടത്ത് ഇരിക്കുന്നതും കൂടി അതിന്റെ ആകർഷണ വലയം കൂടും, മാഗ്നറ്റിക് ഫീൽഡ്, ഓറ എന്നൊക്കെ നമ്മൾ പറയും. അതിന്റെ ആ ആകർഷണ വലയം ഇങ്ങനെ കൂടുന്നതോട് കൂടിയിട്ട് അതിനേക്കാൾ തൊട്ടപ്പുറത്തുള്ള കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള കാര്യങ്ങളെ പോലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നും. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര ഡിസ്റ്റൻസിലുള്ള, എത്ര വലുതായിക്കൊള്ളട്ടെ, നിങ്ങളിപ്പോ ഇരുമ്പാണെങ്കിൽ അത് അത്ര ഡിസ്റ്റൻസിൽ അങ്ങനെ നോക്കിയിരിക്കുക, കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുക. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, എപ്പോഴെങ്കിലൊക്കെ രക്ഷപ്പെടണ്ടേ എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക. ആ ഇരുത്തം മാറിയിട്ട് നമ്മൾ ഇരിക്കുന്നിടത്തേക്ക്, അക്കരയിലുള്ളത് ഇക്കരയിലേക്ക്, നമ്മളിലേക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ, റൂമിയുടെ കോട്ട എടുത്താൽ വാട്ട് യു സീക്ക് ഈ സീക്കിങ്ങും, നിങ്ങൾ തേടുന്നത് നിങ്ങളെ തേടി ഇങ്ങോട്ട് വരണമെങ്കിൽ, തേടിയ വള്ളി കാലിൽ ചുറ്റുന്നത് പോലെയൊക്കെ തന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ ആക്ച്വലി അതിന് ഇങ്ങോട്ട് വരാനായിട്ട് അതിനെ ആകർഷിക്കുന്ന എന്തെങ്കിലും വേണം. അതിന് ഇങ്ങോട്ട് ആകർഷണം തോന്നണമെങ്കിൽ ഒന്നിനും വെറുതെ ഇങ്ങോട്ട് ആകർഷണം തോന്നൂല, അതിനെ ആകർഷിക്കുന്നതിന് സമാനമായ എന്തെങ്കിലും എന്നിലുണ്ടാവണം. അപ്പൊ എന്നിലേക്ക് ആകർഷിച്ചിട്ട് അത് വരണമെങ്കിൽ അതിനും തോന്നണം, എന്നെ കൊണ്ട് ആഗ്രഹിപ്പിച്ചവനാരോ അവന് തന്നെ ഞാൻ എന്താഗ്രഹിച്ചോ അതിലും ഒരു ആഗ്രഹം ഇട്ട് കൊടുക്കണം എന്നിലേക്ക് വരാൻ. എനിക്കിങ്ങനെ അങ്ങോട്ട് ആഗ്രഹം തോന്നിയുണ്ടായില്ല. ആ കാര്യങ്ങൾക്കൊക്കെ എന്നിലേക്ക് എത്തണമെങ്കിൽ ആ കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്നത് മുകളിലുള്ളവനാണെങ്കിൽ അവനും കൂടി അതിൽ ചിന്തകളിട്ട്, അവനും കൂടി അതിലേക്കുള്ള എന്നിലേക്ക് എത്താനുള്ള ആഗ്രഹത്തിന്റെ വഴികൾ ഇട്ട് കൊടുത്താൽ പതിയെ പതിയെ അത് നമ്മളിലേക്ക് ഇങ്ങനെ വരുന്നേ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പൊ എൻ്റെ ഉള്ളിൽ മാത്രമേ ആഗ്രഹമായിട്ടുള്ളൂ. പക്ഷെ നീ ആഗ്രഹിക്കുന്നത് കാരാഗ്രഹ ചിന്തയിലാണെങ്കിൽ, ഞാൻ പെട്ടുകിടക്കാണ് അവസ്ഥയിലാണ്, ദുരാഗ്രഹത്തിലാണെങ്കിൽ, അത്യാഗ്രഹത്തിലാണെങ്കിൽ, ഞാൻ ഇതൊക്കെ ഒന്നായിട്ട് വേണം എനിക്ക് 2 ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ എന്നുള്ള കോലത്തിലൊക്കെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും, അല്ലെങ്കിൽ കാരാഗ്രഹ ബോധത്തിൽ ഞാനാകെ അവസ്ഥയിൽ പെട്ട് ഒന്നും ഇല്ലാണ്ട് എന്റെ ലൈഫെ പോയി കിടക്കാണ്, ഇത്തരത്തിലുള്ള കാരാഗ്രഹ ബോധം അല്ലെങ്കിൽ ദുരാഗ്രഹം, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിലാണ് നീ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും മുകളിലുള്ളവൻ നിനക്ക് വേണ്ടി അതിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും മുകളിലുള്ളവന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്. നിനക്ക് ആ ആഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നീ ദൈവത്തും തെറ്റും. അപ്പോഴാണ് ദൈവത്തുനിന്നും വഴി തെറ്റിക്കാനായിട്ട് ഇവിടെ കുറച്ച് ആൾക്കാരെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നടത്തി തരാൻ, ഗൂഢാലോചന കമ്മിറ്റിക്കാർ. അപ്പൊ അവരെന്ത് ചിന്തിക്കും? അപ്പം ഈ കാരാഗ്രഹ ബോധത്തിലോ അല്ലെങ്കിൽ ദുരാഗ്രഹ ബോധത്തിലോ ഇവൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ഇനിയും ആളുകൾക്ക് കാണിക്കാൻ വേണ്ടി വാശി വരും, റിവെഞ്ച് തോട്ട് കൂടും. റിവെഞ്ച് തോട്ട് വന്നതിനുള്ള ഗുണം എന്താ? റിവെഞ്ച് തോട്ട് വന്നു കഴിഞ്ഞാൽ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിച്ചാൽ ദൈവത്തിന്റെ കാരുണ്യം കിട്ടുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്ന് ഇവൻ വ്യതിചലിച്ചു പോയിക്കോളും. അപ്പൊ ഓരോ തവണ ഇവന്റെ ആഗ്രഹവും നടത്തി കൊടുക്കാൻ അവൻ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ആഗ്രഹത്തിലേക്ക് ഫ്യൂൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ട് എന്താണ്? ഇന്റൻഷൻ എന്താണ്? എനിക്ക് കാണിച്ചു കൊടുക്കണം,
ഇപ്പൊ എങ്ങനെയുണ്ട്? 4 ആള് കാണട്ടെ, ഞാൻ എത്തി, എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, ഇങ്ങനെ എനിക്ക് എന്താണ് വിരിമാറി കാണിച്ചിങ്ങനെ നടക്കണം, പവർഫുൾ ആയിട്ട് നടക്കണം. ഈ അഹങ്കാര ബോധം വരുന്നതോട് കൂടിയിട്ട് അവന്റെ ഉള്ളിൽ നിന്നും ദൈവബോധം കളയും. അപ്പൊ നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് ദൈവിക ബോധത്തിലാണെങ്കിൽ, അൾട്ടിമേറ്റ് സോഴ്സിന്റെ ട്രൂത്തിൽ നിന്നും എത്തിക്കലായിട്ടാ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഓരോന്നും നേടുന്നതിനനുസരിച്ചിട്ട് ഒരു സെക്കൻഡ്, എന്റെ മുഖത്തേക്ക് വല്ലാണ്ട് വെളിച്ചെങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മള് ദൈവിക ബോധത്തിലാണ്, അൾട്ടിമേറ്റ് ട്രൂത്ത് കോൺഷ്യസ്നെസ്സിലാണ് നമ്മളിലേക്ക് അത് വന്നിട്ടുള്ളതെങ്കിൽ അതിനൊരു പ്രൂഫ് ഉണ്ടായിരിക്കും, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് ശരിയായ വഴിയിലൂടെയാണ് എന്റെ ലൈഫിലേക്ക് വന്നത്. തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ആ വഴികൾ എന്ന് പറഞ്ഞാല്, താങ്ക് യു പ്രസീദ്, യു ഹാവ് ദാറ്റ് ബ്യൂട്ടി വിത്തിൻ യു, അങ്ങനെ ചിന്തിക്കാൻ പറ്റിയതിൽ സന്തോഷം. അപ്പം എങ്ങനെയാ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റാം? ഒന്ന്, അങ്ങനെ നമ്മുടെ ഏതെങ്കിലും ആഗ്രഹം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിനയം കൂടും, തായ്മ കൂടും. മറ്റൊന്ന്, നമുക്ക് ദൈവം കാരുണ്യവാനായിട്ടും ആഗ്രഹങ്ങൾ നടത്തി തരുന്നവനായിട്ടും ഒരു വല്ലാത്തൊരു സ്നേഹം ഇങ്ങനെ ദൈവത്തിലേക്ക് കൂടാൻ വേണ്ടി തുടങ്ങുന്നുള്ളതാണ്. ആ ബോധത്തിലാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയാണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. എന്തിനാണ്? അത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ പോലും അത്ഭുതപ്പെടുമാറ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ദൈവമുണ്ട്, ഇവിടെ ഒരു പടച്ചോൻ ഉണ്ട് കേട്ടോ എന്ന് ബോധ്യപ്പെടലാണ് അതുകൊണ്ട് സംഭവിക്കണതെങ്കിൽ അത് പടച്ചോൻ അവനിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ നിങ്ങൾക്കായിട്ട് തന്ന ആഗ്രഹമാണ്. എന്നാൽ നിങ്ങളൊരു ആഗ്രഹം നേടിയെടുത്തിട്ട് ഞാൻ എന്ത് വിചാരിച്ചാലും ഇവിടെ നടക്കും, എന്നെ തോൽപ്പിക്കാൻ ഇവിടെ ഇനി ആർക്കും പറ്റില്ല, എന്റെ കയ്യിൽ സാധനം കിട്ടിക്കയറ്റും, കുറച്ച് ആൾക്കാർ എനിക്ക് കാണാനുണ്ട്, ഈ ബോധം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക, ജസ്റ്റ് പോസ്, നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. കാരണം നിന്റെ ആഗ്രഹവും എന്നത് ദുരാഗ്രഹമോ അത്യാഗ്രഹമോ ആയിട്ട് കേവലം നീ എല്ലാത്തിനും പോന്നവൻ എന്നുള്ള ചിന്തയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും വേറെ കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ നിനക്ക് ഇങ്ങനെ ഭയങ്കര, നിന്റെ തോട്ടൊക്കെ ഇവരൊക്കെ എന്ത്, ഇങ്ങനത്തെ ചില ചിന്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അപ്പയാണ് സക്സസ് തലക്ക് ബാധിക്കുക, മാനിഫെസ്റ്റേഷൻ തലക്ക് ബാധിക്കുക, ഹെഡ് ഓറിയന്റഡ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ നടക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു കോയിന്റെ 2 സൈഡാണ്. അപ്പൊ രണ്ടാളും പറഞ്ഞുകൊണ്ടിരിക്കുക ഐ ആം ഗ്രേറ്റ് എന്നാണ്. ഞാൻ എന്തൊക്കെ കാര്യം ചെയ്തോണ്ടിരിക്കണേ, ഐ എം ഡൂയിങ് ഗ്രേറ്റ് തിങ്സ് ഇൻ മൈ ലൈഫ്, സി യു ക്യാൻ സീ വാട്ട് ഐ എം ഡൂയിങ് ഇൻ മൈ ലൈഫ്. ഇത് പറയുമ്പോ എജാതി കോൺഫിഡൻസ് ആളെ അറിഞ്ഞിരിക്കും, എജാതി പവർഫുൾ ഏടല്ലേ, എജാതി സ്വാഗ് ആണല്ലേ, എമ്മാതിരി ആറ്റിറ്റ്യൂഡ് ആണല്ലേ, ഇതൊക്കെ അവിടെ ഉണ്ടാവുന്നുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ഇടാനൊക്കെ അപ്പൊ തോന്നുന്നുള്ളതാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് വർമ്മ സാറേ. എന്നാൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഓരോ കാര്യങ്ങളിൽ സ്വപ്നം കാണുന്നു, ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അത് നേടിയെടുക്കുന്നു, നിങ്ങളത് പ്രാവർത്തികമാക്കുന്നു. ഈ ഓരോ തവണ പ്രാവർത്തികമാക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളോട് അഡ്മിറേഷൻ കൂടുന്നു, സ്നേഹം കൂടുന്നു, ഒക്കെ കൂടുന്നു. പക്ഷെ അവരൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങളെപ്പോലെ ആകാം എന്ന് ചോദിക്കുന്ന സമയത്ത്, നമ്മളെപ്പോലെ ആകാൻ വേണ്ടി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മളെപ്പോലെ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അൾട്ടിമേറ്റ് ട്രൂത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാണ്. ഞാൻ പറയാം, അങ്ങനെയുള്ളവർ കുറെ സ്വപ്നം കാണണം, അങ്ങനെയുള്ളവർ കുറെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ഈ മാനിഫെസ്റ്റേഷനും മൈൻഡ് പവറും ഇതൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്റെ ലൈഫിൽ ഞാൻ കുറെ കാര്യങ്ങൾ നേടിയെടുത്തതുകൊണ്ട് എന്റെ അടുത്ത് പഠിക്കാൻ വന്നവർക്ക് എന്താ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ ആഗ്രഹിപ്പിക്കുന്നവനെ കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളും ഇവിടെ വെച്ച് മാനിഫെസ്റ്റേഷൻ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ വേണം. പലരും പറയാറുണ്ട് അത് വഴി തെറ്റിപ്പോവും, പല ചിന്തകളിൽ പോവും, ദൈവ നിഷേധത്തിലേക്ക് പോകും. ഞാൻ പോകും, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാം, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാം. അപ്പൊ അതിന് ശരിയായിട്ടുള്ള ഒരു ദിശാബോധം കൊടുക്കണ്ടേ? എല്ലാത്തിനും ശരിയായ വഴി ഉണ്ടാവില്ലേ? ഭൂമിയിലൊന്നും വെറുതെ ദൈവം സംവിധാനിച്ചിട്ടില്ല. നമ്മൾക്ക് ചിലപ്പോൾ മുള്ളുചെടി കാട്ടുചെടി എന്ന് പറഞ്ഞ സാധനത്തിൽ പോലും ഔഷധം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞത് ഇത് വെറുതെ സംഭവിച്ചതല്ല. എല്ലാം അതിനെ ശരിയായ രൂപേണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അന്വേഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദൈവത്തിലേക്ക് എത്താനുള്ള വഴി തന്നെയാണ്. ആ വഴി കൂടി നമുക്ക് അതിലൂടെ കണ്ടെത്താൻ പറ്റുന്ന സമയത്ത് ആക്ച്വലി നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹമല്ല, ആത്മാവിന്റെ താല്പര്യമായിട്ട് മാറും. ആത്മാവിന്റെ താല്പര്യമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കുറെ ചെയ്യാത്തത് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴേക്ക് പല കാര്യങ്ങൾ നടക്കും. ചിന്തിക്കുമ്പോഴേക്ക് പല കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഹിസ്റ്ററിയിലൊക്കെ റെഫറൻസ് എടുത്താൽ അത് അൾട്ടിമേറ്റ് ആണ്. ആ പ്രോസ്റ്റേറ്റ് ഒന്നല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കണ്ട, ചിന്തിക്കുമ്പോഴേക്ക് കാര്യം നടക്കും. അങ്ങനെയാണെങ്കിൽ 2 പ്ലേറ്റ് ബിരിയാണി എന്ന് പറയുമ്പോഴേക്ക് എന്റെ മുന്നിൽ ബിരിയാണി എത്തും. അങ്ങനെ ചിന്തിക്കണ്ട. ഇവിടെ ഇരിക്കുന്നവർക്ക് അത്യാവശ്യം യുക്തിയും ബോധമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മീൻസ് നമ്മൾ ചില കാര്യങ്ങൾ മൈൻഡിൽ ഇങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ കറക്റ്റ് അലൈൻ ചെയ്ത് നമ്മൾ മുന്നിൽ വരുന്നു, ചില നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ എത്തിച്ചേരുന്നു. ഇത്തരത്തിലുള്ള ചില എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫാസ്റ്റ് ആയിട്ട് അത് പ്രൊസീഡ് ചെയ്യാനായിട്ട് കാണാൻ വേണ്ടി പറ്റും. ചില നീക്കുപോക്കുകളൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നു, സ്റ്റക്ക് ആയിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഓപ്പൺ ആവുന്നു, ഇതിനൊക്കെ വരുന്ന കാണാൻ പറ്റും. ബട്ട് ഈ പോയിന്റിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ കോർ സ്റ്റേറ്റ്മെന്റ് എന്താണ്? നിങ്ങളുടെ ഓണർഷിപ്പ് നിങ്ങൾ ആർക്ക് ക്ലെയിം ചെയ്യുന്നു?
അപ്പം എന്റെ ദൈവം നീതിമാനാണ് എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ഞാൻ എന്റെ ഫുൾ ഓണർഷിപ്പ് ആർക്കെ കൊടുത്തത്? എന്റെ സൃഷ്ടിച്ചവനാ കൊടുത്തിരിക്കണത്. എന്നാൽ അടുത്ത സമയത്ത് നമുക്കൊന്നും ആ ജോലി കിട്ടാൻ വലിയ ചാൻസ് ഒന്നുമില്ല. കാരണം എന്താ? നമുക്ക് അങ്ങനെ ഹോൾഡ് ഉള്ള ആരും ഇല്ല. ഓക്കെ, നമുക്ക് അങ്ങനെ ഹോൾഡ് ഉള്ള ആരുമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആ ബിരിയാണിയും ഷവർമയൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്, പല കഥകളും പറയാറുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും പറയുന്നത് ബിരിയാണിക്ക് ഷവർമക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ള ഒരു സാധനമല്ല ഇതെന്ന് മനസ്സിലാക്കാന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ നല്ലതാണ്, പലരും എക്സ്പീരിയൻസ് പറയാറുണ്ട് എന്നുള്ളതാണ്. ഫൈൻ. എനിവേ, ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ചില പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതിന് അങ്ങനത്തെ ഹോൾഡ് ഒന്നുമില്ല, നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലെ നമുക്ക് അങ്ങനെ വലിയ പിടിപാടൊന്നുമില്ല എന്നൊക്കെ പറയുമ്പം നമ്മളെ ഓണർഷിപ്പ് കംപ്ലീറ്റ്ലി നമ്മൾ ഭൂമിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയുള്ള ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ നടത്താൻ എന്ന രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണം അല്ലെ. എന്റെ ഫാമിലി അതിന് അങ്ങനൊന്നുമല്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വി ക്യാൻ റിഫ്ലക്ട് ആൻഡ് തിങ്ക് വേർ അവർ ഓണർഷിപ്പ് ഈസ്. അപ്പം സറണ്ടറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കഴിവ് എന്തായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാൻ പറ്റുന്ന ഫയക്കൂൻ കൊണ്ട് നിങ്ങളുടെ ലൈഫ് മാറ്റാൻ പറ്റുന്ന കമാൻഡിൽ സൃഷ്ടിക്കപ്പെട്ട നിങ്ങളുടെ സോൾ നിങ്ങളിൽ ഉള്ളിടത്തോളം കാലം റബ്ബിന്റെ കൽപ്പനയിലിരിക്കുന്ന ദൈവിക കൽപ്പനയിലാണ് നിന്റെ ആത്മാവ്. അപ്പൊ ആ ആത്മാവിന് നിന്റെ മനസ്സും ശരീരമൊക്കെ പ്രവർത്തിക്കണം എത്രയോ മുന്നേ ടൈം ട്രാവൽ ചെയ്ത് പ്രവർത്തിക്കാന്ന് പറഞ്ഞ പോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് നിനക്ക് വേണ്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നിന്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പവർ നിനക്ക് പുറത്തേക്ക് എടുക്കണമെങ്കിൽ നിന്റെ ശരീരത്തിനും മനസ്സിനുമാണ് ഓണർഷിപ്പ്. ഭൂമിയിൽ കിടക്കുന്ന കുറെ ആൾക്കാർ ഇവര് കനിഞ്ഞാലേ അവർ ഉദ്ദേശിച്ചാലേ എന്നൊക്കെയുള്ള സാധനം നിന്റെ ശരീരത്തിനും മനസ്സിനുമാണ്. നിന്റെ ആത്മാവ് ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്ന പോലും ഇല്ല. ആത്മാവ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതിന്റെ സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിന്റെ ഓണർഷിപ്പിലേക്ക് ലിങ്ക് ചെയ്യാന്നുള്ള ഈ ലിങ്കിങ് നടക്കുന്നതോടുകൂടി വൈഫൈ കണക്റ്റഡ് ആവും, ഡൗൺലോഡിങ് ഫാസ്റ്റ് ആവും. ഇതുവരെ നമ്മളിങ്ങനെ സിസ്റ്റം വെച്ചിട്ട് ഒന്നും കിട്ടുന്നില്ലാലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തും കിട്ടാൻ പാകത്തിലുള്ള ഡിവൈസ് തന്നെ നിന്റെ മുന്നിൽ ഇരിക്കുന്നത്, നിന്റെ ചുറ്റിലും ആ ആൻസേഴ്സും ഉണ്ട്. പക്ഷെ നിന്റെ വൈഫൈ കണക്ട് ആയിട്ടില്ല, എന്നിട്ട് നെറ്റ്വർക്ക് കണക്ട് ആയിട്ടില്ല. നെറ്റ്വർക്ക് കണക്ട് ആക്കുന്നതോട് കൂടിയിട്ട് നേരത്തെ കിട്ടാത്ത ഉത്തരം, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്, നോക്കുന്ന സമയത്ത് ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഇതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിഷ് അവർക്ക് സെർവ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് പോയിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഡിഷിന്റെ ഒരു ഡീറ്റെയിൽസും വരുന്നില്ല, ആകെ പെട്ടിരിക്കുകയാണ്. സംഭവം ഡിഷിന്റെ ഡീറ്റെയിൽസ് ചുറ്റിലുണ്ട്, നിങ്ങളെ ചുറ്റിലും ഇങ്ങനെ എയറിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യണം? നമ്മുടെ വെബിൽ നിന്ന് ഇങ്ങോട്ട് വരണം, ക്ലൗഡിൽ നിന്നും നിങ്ങളുടെ ഡിവൈസിലേക്ക് വരണം. ക്ലൗഡും നിങ്ങളുടെ ഡിവൈസിലേക്ക് വരെ കണക്ട് ചെയ്യാൻ നെറ്റ്വർക്ക് കണക്ട് ചെയ്യണം. അപ്പൊ നിങ്ങളൊരു വൈഫൈ നെറ്റ്വർക്കോ പിന്നെ ഡാറ്റ ഉണ്ടെങ്കിൽ ഡാറ്റ കണക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അതാ സാധനം വരുന്നു, നിങ്ങൾ ചെയ്യുന്നു, നടത്തുന്നു. ഇത്ര തന്നെയുള്ളൂ നിങ്ങളുടെ കണക്ഷൻ കറക്റ്റ് ആവാന്ന് പറഞ്ഞാൽ. വൺസ് യുവർ കണക്ഷൻ ഈസ് റൈറ്റ്, വൺസ് യുവർ ലിങ്ക് ഈസ് റൈറ്റ്. ടെസ്ല പറയുന്നുണ്ട് എന്റെ ബ്രെയിന്, എന്റേതല്ല ടെസ്ലന്റെ കേട്ടോ, ടെസ്ല പറയുന്നുണ്ട് എന്റെ ബ്രെയിൻ ഒരു റിസീവറാണ്, ലൈക്ക് എൻ ആന്റിന, ഒരു ആന്റിന പോലെയാണ്. അത് അറിവുകളും വിസ്ഡംസും ഒക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെക്കോ ഉള്ള അറിവുകൾ വിസ്ഡംസ് അതിങ്ങനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ആന്റിന പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിക്കോള ടെസ്ല പറയുന്നത്. അപ്പൊ ഇൻ സച്ച് എ വേ നമ്മൾക്കും നമ്മുടെ കൈപ്പിടിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളെ നമ്മളെ കൈക്കലാക്കാൻ, നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പാകത്തിന് തന്നെയാണ് നമ്മൾ സൃഷ്ടിച്ചിങ്ങോട്ട് വിട്ടിരിക്കുന്നത്. മറ്റേ ഇതിൽ പറഞ്ഞതുപോലെ പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘമാം കരങ്ങളെ നൽകിയത്രേ മനുജനെ പാരിലെ കയച്ചതീശൻ എന്നിങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പൊ അത്തരത്തിൽ എന്തും നേടിയെടുക്കാനുള്ള കെപ്പബിലിറ്റിയുമായിട്ട് തന്നെയാണ് മനുഷ്യൻ ആക്ച്വലി ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. പക്ഷെ ഈ കെപ്പബിലിറ്റി നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ കണക്ഷൻ കറക്റ്റ് ആവണം. കണക്ഷൻ കറക്റ്റ് ആവുന്ന ഘട്ടമാണ് മനസ്സിന്റെയും ശരീരത്തിന്റെയും ബോധത്തിലേക്ക് മാത്രം നമ്മൾ ഓണർഷിപ്പ് കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളത്. സോ അൾട്ടിമേറ്റ് ഓണർഷിപ്പ് എന്താണ്? അൾട്ടിമേറ്റ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണ് കോൺഫിഡന്റ് ആകാൻ വേണ്ടി പറ്റുന്നത്? നിങ്ങൾക്കൊരു വിഷയം, നിങ്ങൾക്ക് ആ വിഷയം കറക്റ്റ് ആയി കിട്ടണം, സെറ്റ് ആയി കിട്ടണം. ആ വിഷയം നിങ്ങൾ വരുന്നു, പ്രാർത്ഥിച്ചാൽ അത് റെഡിയാവും. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, ദൈവം വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. എന്തുകൊണ്ട് ദൈവം വിചാരിക്കുന്നില്ല? ദൈവം വിചാരിക്കാഞ്ഞിട്ടല്ല, ദൈവത്തിനെ കൊണ്ട് വിചാരിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കണില്ല. ഈ ഇടപെടണ്ട എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇജ്ജ് അതിൽ ഇടപെടണ്ട, എന്റെ വീട്ടുകാരുണ്ട്, എന്റെ നാട്ടുകാരുണ്ട്, ഇവരെല്ലാരും കൂടി ഇടപെട്ടിട്ട് അത് റെഡിയാക്കിയാൽ മതി എന്ന ചില തരത്തിലുള്ള വാശികളാണ് ഭൂതത്തിന്റെ ബോധത്തിലിരിക്കുന്ന പല ആൾക്കാർക്കും. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഏകദേശമൊക്കെ കുളമാക്കി അവസാന ഘട്ടത്തിൽ കയറിയിട്ട് അവിടെ പോയിട്ട് മുകളിൽ പോയിട്ട് പറയുന്നത് ഇനി ഈ അല്ലാണ്ട് വേറെ ആരും ഇല്ല,
ഞാൻ അന്യലേക്ക് അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് എന്ന് പറയുന്ന ഘട്ടത്തില് ചില കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഇത് ഭൂമിയിലാണ് നടക്കേണ്ടത്. ഭൂമിയിൽ നടക്കുമ്പോഴത്തെ സിസ്റ്റം കറക്റ്റ് ആവാൻ പാടില്ല എന്നതുകൊണ്ട് ഒരു 2 മാസം മുന്നേ 3 മാസം മുന്നേ നീ അതിന് കറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് കാര്യകാരണങ്ങൾ സംഭവിപ്പിച്ച് അതിനെ കറക്റ്റ് അലൈൻ ചെയ്ത് വളരെ മീനിങ് ആവുന്ന രീതിയിൽ നിനക്ക് ഇതാക്കി തരാൻ വേണ്ടി പറ്റായിരുന്നു. ഇത് ലാസ്റ്റ് മിനിറ്റിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങോട്ട് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്താൻ പ്രയാസമൊന്നുമില്ലെങ്കിൽ കൂടി ഭൂമിയിൽ ചില സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. ആ സിസ്റ്റങ്ങളെ കൂടി മാച്ച് ചെയ്തിട്ട് വേണം അത് നടത്താൻ, അല്ലെങ്കിൽ സിസ്റ്റം കറക്റ്റ് ആയി പോകും. അപ്പൊ ഈ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമേ മൊത്തത്തിൽ പോകുന്നുള്ളതാണ്. അപ്പൊ ബുദ്ധിയിൽ ഒരു കാര്യം നടക്കാൻ കാര്യകാരണങ്ങളുണ്ട്, അതിലൂടെയാണ് അതിനെ ഞാൻ സംവിധാനിച്ചത്. അപ്പൊ നമുക്ക് വളരെ മീനിങ് ആവുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ ഫോണിൽ ഒരു മെസ്സേജ് കണ്ടു. വെറുതെ അത് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഇങ്ങനെ കയറി നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ട് അത് കണ്ടപ്പോൾ അതിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അതിനെ പരിശീലിച്ച് അത് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ സെർച്ച് ചെയ്തതിൽ വേറൊരാൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ ആളുടെ നമ്പർ ഞാൻ അവിടെ കണക്ട് ചെയ്തെടുത്തിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഈ കാര്യം വളരെ എളുപ്പമായിരുന്നു. അവര് നോക്കുമ്പോൾ എന്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അവര് ത്രൂ കണക്ട് ചെയ്തിട്ട് എനിക്ക് ആ സംഭവം റെഡിയായി. എപ്പോഴാ അത് ഉണ്ടായത്? വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പം കുറെ മെസ്സേജ് പോപ്പ് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ ഒന്ന് വന്നപ്പോ അറിയാണ്ട് നോക്കാൻ തോന്നി. ഇത് നീ അതിലേക്ക് നോക്കി ഈ വഴിക്ക് നിനക്ക് മീനിങ് ആയിട്ട് ഈ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ സിസ്റ്റം സെറ്റ് ചെയ്യാൻ നമുക്കുള്ള ഒരു സമയമൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പം അൾട്ടിമേറ്റ് ട്രൂത്തിൽ ഓണർഷിപ്പ് സറണ്ടർ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്നെ ആരാണ് ഓൺ ചെയ്യണത്? ആ ഓണർഷിപ്പ് കൊടുക്കലാണല്ലോ ഞാൻ എന്നെ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു, നീ അല്ലാണ്ട് വേറെ ആരും ആരാധ്യനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞതിലൂടെ നീയാണ് എന്റെ അഡ്മിറേഷൻ, ഞാൻ നിന്റെ ഫാനാണ്, ഞാൻ നിന്റെ ആരാധകനാണ്, നീ അല്ലാതെ വേറെ ആരും ആരാധ്യനില്ല എന്ന് പറഞ്ഞതിലൂടെ അൾട്ടിമേറ്റ് സറണ്ടറൻസിലേക്ക് കൊടുത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ആരാധ്യനായിട്ട് നീ അല്ലാതെ വേറെ ആരും ഇല്ല എന്ന ബോധത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭൂതത്തിലായിരിക്കില്ല, അയാൾ ഭാവിയിലായിരിക്കും. അയാൾ ഭാവിയിലേക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരാൾ ദൈവത്തിലേക്ക് അടുക്കുന്തോറും അയാൾക്ക് സംഭവിക്കുന്ന വലിയൊരു മാറ്റം, അയാളുടെ മാനിഫെസ്റ്റേഷൻ റൈറ്റ് ആയിട്ടുള്ള സോഴ്സ് അലൈൻഡ് ആണെങ്കിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റം പാസ്റ്റിനെ പെട്ടെന്ന് ലെറ്റ് ഗോ ചെയ്യും. അല്ല എന്നാണെങ്കിൽ അയാളെ കഴിഞ്ഞകാലം മുഴുവൻ വീണ്ടും 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 വന്ന് ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കാനും അഫേം ചെയ്ത് കൊടുക്കാനും കുറച്ച് ഏജൻസ് ഉണ്ടായിരിക്കും. ഇവരിങ്ങനെ വന്നിട്ട് നിന്റെ ലൈഫ് നോക്കിയേ എന്തൊരു അലമ്പാലേ, എന്തായാലും എന്തൊരു അവസ്ഥ, നിനക്കിപ്പോ എന്താ സ്വന്തമായിട്ടുള്ളത്? ഇവന്റെ മാത്രമല്ല, 4 ആള് വട്ടം കൂടി ഇരുന്നാല് ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നാ എനിക്കിപ്പോ എന്തുണ്ട് സ്വന്തമായിട്ട്, എനിക്ക് ഒന്നുമില്ല എന്ന് അവന്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞ് ചിന്ത നിന്ന് കഴിഞ്ഞാല് ആ ചിന്ത ഉണർത്തിയിട്ട് ഏജന്റ് പോകും. സമാധാനമായി, ഏജന്റിന് സമാധാനമായി, കാരണം ഇവൻ പാസ്റ്റിലായി. ഇനി ഈ പാസ്റ്റിൽ ഇരിക്കുന്നവന്റെ മുന്നിൽ 3 ആൾക്കാർ കമ്പനിക്കാരുണ്ട്. ഇവര് പറയാം നാളെ മൂന്നാർ പോയാലോ? അപ്പൊ മൂന്നാറിൽ ആന ഉണ്ട് എന്നല്ലേ കേട്ടെ, മൂന്നാറൊന്നും പോണ്ട. അപ്പൊ അടുത്ത ആള് എന്നാ പിന്നെ നമുക്ക് മറ്റേ തുഷാരഗിരി പോയാലോ? വെള്ളച്ചാട്ടത്തില് 3 ആളല്ലേ മിനിഞ്ഞാന്ന് മലർന്നടിച്ച് വീണ് മരിച്ചെന്ന് പറയുന്നത്, അവിടെ പോകാൻ വേണ്ടി നിൽക്കണ്ട. അപ്പൊ ഇപ്പുറത്തുള്ളവന് ഇന്ന് നമുക്ക് അവിടെ ഗ്രൗണ്ടിൽ പോയി കളിച്ചാലോ? കളിക്കാൻ പറ്റിയ സമയം അപ്പത്. പൊതുവെ നമ്മൾ രാത്രിയല്ലേ കളിക്കുന്നത്, എന്തിനാ വൈകുന്നേരം തന്നെ പോയി നിൽക്കണം, രാത്രി പോയാൽ പോരെ. സംഭവം എന്താ, ഇവൻ പാസ്റ്റിലാണ്. അതുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ആരെന്ത് പറഞ്ഞാൽ അതിലേക്ക് പോകില്ല. നാളെ പോവാം, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, നോ നെവർ. അപ്പൊ തന്നെ ഉറപ്പിക്കാം നിങ്ങൾ ഭൂതത്തിലാണ്. മനസ്സിലായേ? നിങ്ങൾ ഭൂതത്തിലാ. ഇത് എങ്ങനെ വന്ന പുറത്തു നിന്ന് ഭാവി സംബന്ധമായിട്ട് എന്ത് പറഞ്ഞിട്ടും നമ്മൾ നോക്കുന്നില്ല. നാളെ ട്രിപ്പ് പോണതോ മൂന്നാർ പോണതോ പറഞ്ഞിട്ട് പോലും ഇവന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണെങ്കിൽ നാളെ മോനെ നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് അല്ലാണ്ട് വേറൊന്നും ഇവന്റെ തലൊന്നും വരൂല. ആ തന്നെ എന്ന് കുറെ ഇതിലായിരിക്കും. അപ്പൊ ഭൂതത്തിലിരിക്കുക എന്നത്, പാസ്റ്റിലിരിക്കുക എന്നത് തന്നെ ഒരു പ്രൂഫാണ്, നെഗറ്റീവ് പ്രൂഫാണ്. ബട്ട് ഇഫ് യു ആർ അലൈൻഡ് വിത്ത് ദ ഡിവൈൻ, ചിലർ ചോദിക്കുന്നുണ്ട് എന്റെ പ്രാർത്ഥന പഠിച്ചോ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ഇസ്തിഗ്ഫാർ, എന്റെ ഫോർഗീവ്നെസ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നീ ഇപ്പോഴും നീ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്, നിനക്കൊരു ഓപ്പണിംഗ് വന്നിട്ട് നീ അതിന് ബദലായിട്ട്, നിനക്ക് സംഭവിച്ച തെറ്റിന് ബദലായിട്ട് 10 ഇരട്ടി കുറെ നന്മകൾ ചെയ്യാനുള്ള കാര്യത്തെ പറ്റി നീ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കും. അല്ലാന്നാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ദുഃഖഭാരം ചുമക്കുന്ന ദുശകുലമാണു ഞാൻ, ചില്ലുമേടയിൽ എഴുന്നെന്നെ കല്ലെറിയല്ലേ എന്നും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ സംഭവിച്ച തെറ്റ് തന്നെയാണ്. ആത്മാർത്ഥമായി ഖേദിക്കുന്നു, എനിക്ക് ഖേദത്തിൽ ആത്മാർത്ഥത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ അതിന്റെ ഖേദത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇനി ഒന്നിലേക്കില്ല, ഞാൻ ഇനി ഒന്നിലേക്കില്ല, ഞാൻ ഇനി ഒന്നിലേക്കില്ല. അപ്പൊ നീ നിഷേധിക്കുന്നത് കാരുണ്യവാനായ നിന്റെ ദൈവസന്നിധിയിലേക്ക് എത്രത്തോളം തെറ്റുകൾ നീ ചെയ്താലും വാ, ഞാൻ നിനക്ക് കാരുണ്യം തരാന്ന് പറഞ്ഞ് നിനക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് കാരുണ്യക്കടലാകുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിന്നും നീ നിന്നെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്.
നീ നിനക്കത് വാങ്ങിച്ചു കൊടുക്കുന്നില്ല. നീയാണ് വാങ്ങിച്ചു കൊടുക്കാതെ ദൈവം തരാത്തതല്ല. അതുകൊണ്ട് ദൈവം വിചാരിച്ചാൽ ദൈവം ഒപ്പയോ വിചാരിച്ചു കഴിഞ്ഞു. ദൈവം എന്താ വിചാരിച്ചത്? എന്റെ സൃഷ്ടികൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനം തരുന്ന രീതിയിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഭൂമിയിലൊക്കെ ചെയ്യട്ടെ. അപ്പൊ എന്നതുകൊണ്ട് അവരിവിടെ എന്ത് കൊതിച്ചാലും എന്ത് ആഗ്രഹിച്ചാലും അവർക്ക് അത് നടത്താൻ പാകത്തിന് എല്ലാ വിഭവങ്ങളും അങ്ങ് കൊടുത്തിരിക്കുകയാണ്. വെളിച്ചം, വായു, മണ്ണ്, ചിന്ത, മനസ്സ്, ക്രിയേറ്റിവിറ്റി, കേപ്പബിലിറ്റി ഒക്കെ കൊടുത്തിരിക്കുക. എന്നിട്ട് അറിയാം പഠിച്ചോ വിചാരിക്കണമെന്ന്. അത് എപ്പോഴോ വിചാരിച്ചു കഴിഞ്ഞു. നമ്മളെ വിചാരിക്കാത്തതായിട്ടുള്ളൂ. നമ്മളെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണോ നമ്മളെ ജഡ്ജ് ചെയ്യണത്, നമ്മൾ എങ്ങനെയാണോ നമ്മളെ വിചാരണ ചെയ്യണത്, അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ വിധി എന്താ നമ്മൾ തീരുമാനിക്കും. നിങ്ങൾ വിചാരണ ചെയ്തിരിക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ കുറെ വിചാരണ ചെയ്തു. അതോട് കൂടിയിട്ട് നിങ്ങളെ പറ്റി എങ്ങനെ ചിന്തിച്ചോ അതിന്റെ പ്രതിഫലനമായിട്ട് ഇത് ദൈവത്തിന്റെ വിധിയാണ് എന്ന് കൂടി പറഞ്ഞാൽ തീർന്നല്ലോ. ദൈവത്തിന്റെ വിധി ഒന്നല്ല, വെറുതെ പഠിച്ചോന്റെ തലയിലിടാൻ നിൽക്കണ്ട. പഠിച്ചോ പറയുന്നത് നീ വിചാരണ നടത്തി നീ കണ്ടെത്തിയ കൺക്ലൂഷൻ, അത് എന്റെ വിധി ഒന്നല്ല, എന്റെ തലയിലിടാൻ നിൽക്കണ്ട. എന്റെ വിധി എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുന്ന വിധികളാണ്. പ്രാർത്ഥിച്ചാൽ മാറുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്താൽ മാറുന്ന, ഏതും മാറ്റിമറിക്കാൻ പാകപ്പെട്ട അത്രത്തോളം മനസ്സ് മാറ്റുന്ന അലിവുള്ള, കനിവുള്ള, വിശാലതയുള്ള, സെക്കൻഡുകളെ കൊണ്ട് ആൾക്കാരെ ലൈഫ് പോലും മാറ്റാൻ തീരുമാനിക്കുന്ന വിധികളിൽ മാറ്റം വരുത്തുന്നവനാണ് അവൻ. അവന്റെ സ്പോണ്ടേനിറ്റി ആണത്. സ്പോണ്ടേനിയസ് ആയിട്ട് ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന, ഷിഫ്റ്റ് വരുത്താൻ പറ്റുന്നവനാണ്. അപ്പൊ ഒരാൾ ചിന്തിക്കാണ് ഈ ദൈവിക ബോധത്തിലേക്കാണ് അവൻ സറണ്ടർ ചെയ്തിരിക്കുന്നതെങ്കിൽ അവൻ ചിന്തിക്കുന്നത് എന്താ, ഒരു ആൻസറും ഇല്ല. ഓക്കെ, ആൻസർ എവിടെയും കാണുന്നുണ്ടായിരിക്കില്ല, പക്ഷെ ഇതിന് ഉത്തരവുണ്ട്. വൈ? ഉത്തരവുണ്ട്. അതെങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഉത്തരമുണ്ട് കാണാണ്ട് എങ്ങനെ പറയാൻ വേണ്ടി പറ്റുക? ഞാൻ കാണാത്തത് കാണാൻ പറ്റുന്നവനാണ്, അവനിലേക്കാണ് എന്റെ കണ്ണ്. എന്റെ കണ്ണ് മുഴുവനും എനിക്ക് കാണാൻ പറ്റാത്തത് കാണുന്നവനാരോ അവനിലാണ് എന്റെ കണ്ണ്. അല്ലാണ്ട് ഈ പ്രശ്നത്തിലല്ല എന്റെ കണ്ണ്, എനിക്ക് കാണാൻ പറ്റാത്തതിലും അല്ല എന്റെ കണ്ണ്. എനിക്ക് കാണാൻ പറ്റാത്തതിനെ കണ്ടോണ്ടിരിക്കുന്ന, എനിക്ക് കാണാൻ പറ്റാത്തവനായ അവനിലാണ് എന്റെ കണ്ണ്. എനിക്ക് കാണാൻ പറ്റാത്തത് കണ്ടുകൊണ്ടിരിക്കുന്ന, എനിക്ക് കാണാൻ പറ്റാത്തത് കണ്ടുകൊണ്ടിരിക്കുന്നവനാരോ അവനിലാണ് എന്റെ കണ്ണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇതാണ് മാനിഫെസ്റ്റേഷൻ സ്റ്റേറ്റ്മെന്റ് എങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മൾ കാണുന്നതിലൊക്കെ നേരത്തെ റൂമി പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? സാധ്യതകൾ കാണാൻ വേണ്ടി തുടങ്ങും, ബ്യൂട്ടി കാണാൻ വേണ്ടി തുടങ്ങും. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ അകത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള, അൺസ്റ്റോപ്പബിൾ ആൻഡ് അൺലിമിറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയുണ്ടോ ഇതൊക്കെ പോകുന്നവനിലാണ് നമ്മൾ നമ്മളെ സറണ്ടർ ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു ക്യാൻ ഷിഫ്റ്റ് ദിസ്, വാട്ട് ഈസ് യുവർ കണക്ഷൻ വിത്ത് ദ ഡിവൈൻ, വാട്ട് ഈസ് യുവർ കണക്ഷൻ വിത്ത് ദ ഓൾമൈറ്റി, ഇത് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ മൊമെന്റ് മുതൽ നിങ്ങളുടെ കാഴ്ചകൾ മാറി തുടങ്ങും. അവൻ എന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അവൻ നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങിയോ, നിങ്ങളുടെ പ്രതീക്ഷകൾ കുറച്ചുകൂടി കൂടി തുടങ്ങും. നിങ്ങൾ കുറച്ചുകൂടി വലിയ രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. വലിയ സ്റ്റെപ്പുകളെ പറ്റി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. ഇപ്പോഴുള്ള വിഷയങ്ങൾ തന്നെ കുറച്ചുകൂടി ഫ്രീ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പം കയ്യിൽ പൈസ ഇല്ലാത്ത ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാള്, എന്റെ വാപ്പക്ക് പണിയില്ല, പാവാണ്, ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പാടിലാണ് എന്ന് ചിന്തിക്കുന്ന ഒരാള് വെറുതെ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോ, സൈഡിലൂടെ പോകുമ്പോ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തല ചോർന്നിട്ട് 2 കിൻഡർ ജോയ് തരുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അറിയാം എന്റെ കയ്യിൽ ഒന്നുമില്ല എന്നൊരു സാധനം. എന്നാല് 2 കിൻഡർ ജോയ്ക്ക് പകരം 150 രൂപ കൈ കൊടുത്തു വിട്ട പാപ്പന്റെ മോന് ഒരു ഷോപ്പിന്റെ മുന്നിൽ പോയി ഞാൻ 2 കിൻഡർ ജോയ് അടിക്കും, എന്തൊരു കോൺഫിഡൻസ് എനിക്ക് 2 അടിക്കും, ഈ രീതിയിലായിരിക്കും. അപ്പൊ അതെന്താണ് അതിന്റെ ഒരു സ്ട്രെങ്ത്? അത് പൈസ ഉണ്ടാവുക എന്നുള്ളതല്ല ഞാൻ വിഷയം പറയുന്നത്. നമ്മളൊരു കാര്യത്തെ കാണുമ്പോൾ പോലും, നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥലം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു വീട്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു വാഹനം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി, നിങ്ങൾ ആഗ്രഹിച്ച ഒരു വസ്ത്രം, വട്ടെവർ ഇറ്റ് ഈസ്, ആഗ്രഹിച്ച ഒരു ഗാഡ്ജറ്റ്, ഇതിൽ നിങ്ങളെ കയ്യിൽ 5 പൈസ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ അതിനെ തൊടുമ്പോഴും അതിനെ കാണുമ്പോഴും അതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഇല്ലായ്മ അല്ല റിഫ്ലക്ട് ചെയ്യുക, ലാക്കിങ്ങും സ്കേഴ്സിറ്റി അല്ല റിഫ്ലക്ട് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാ പോയി നിൽക്കുന്നത്? ഇത് മുഴുവനും സംവിധാനിച്ചവന്റേതാണ്. അപ്പൊ ഞാൻ അവന്റേതാണ് എന്ന് പറയുമ്പോൾ ഇത് അവന്റേതാണെങ്കിൽ, ഞാൻ അവന്റേതാണ്, ഇത് അവന്റേതാണെങ്കിൽ ഇത് എന്റേത് കൂടിയാണ്. നമ്മളറിയില്ലേ, എ ഈസിക്കൽ ടു ബി, ബി ഈസിക്കൽ ടു സി. അങ്ങനെയാണെങ്കിൽ എ ഈസിക്കൽ ടു സി, ഞാൻ ഈസിക്കൽ ടു അവന്റേത്, ഇത് ഈസിക്കൽ ടു അവന്റേത്. അങ്ങനെയാണെങ്കിൽ ഞാനും അവന്റേതാണ്, ഇതും അവന്റേതാണെങ്കിൽ ഇത് എന്റേത് കൂടിയാണ്. ആ രീതിയിലേക്ക് നമ്മൾ ഇക്വേഷൻ ഫില്ല് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു സംതിങ് മിസ്സിംഗ് ലെയർ നമ്മൾ എനർജറ്റിക് ഡയമെൻഷനിൽ ആ ഇക്വേഷൻ സോൾവ് ചെയ്തു.
ഫസ്റ്റ് സോൾവ് ചെയ്യേണ്ടത് എനർജി ക്ലാരിറ്റി ആണ്. എനർജറ്റിക് ഡയമെൻഷൻ ഫിസിക്കൽ റിയാലിറ്റിയിലല്ല. ഫസ്റ്റ് യു ഹാവ് ടു ഗീവ് ക്ലാരിറ്റി ടു യുവർ മൈൻഡ് ഓൺ ദ എനർജറ്റിക് റെലം. അപ്പൊ മൈൻഡിന് ഇക്വേഷൻ കൊടുത്തു, ഇതാണ് എന്റെ ഇക്വേഷൻ ഫോർ ദിസ്. ഈ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മൈൻഡ് അത് കോംപ്രഹെൻഡ് ചെയ്ത്, അത് പെർസീവ് ചെയ്ത്, അതിന് വേണ്ടിയിട്ട് മൈൻഡ് കോംപ്രഹെൻഡ് ചെയ്ത് എങ്ങനെ ഈ ഇക്വേഷനിൽ ഇവനെ ഇതിലേക്ക് എത്തിക്കാം. അപ്പൊ മടി മാറ്റേണ്ടി വരും, പണി എടുക്കേണ്ടി വരും. അല്ലാണ്ട് മറ്റേ ബിരിയാണി വന്ന പോലെ വലിയ സാധനവും പെട്ടെന്ന് അങ്ങോട്ട് വന്നോളുന്നില്ല. അപ്പോൾ മടി മാറ്റേണ്ടി വരും, പണി എടുക്കേണ്ടി വരും, ചില കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, ചില കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ പലതും നമുക്ക് ആവശ്യമായിട്ട് വരും. പക്ഷെ ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് മൈൻഡിന് കിട്ടിയതോടുകൂടി മൈൻഡ് എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും നമ്മള്. അപ്പം സാന്റിയാഗോ, നിധി, ഇങ്ങനെ കുറെ സംഭവങ്ങൾ. പക്ഷെ അത് മൈൻഡ് കോംപ്രഹെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കുന്നു, തീവ്രമായിട്ട് ഒരാൾ എന്താ ആഗ്രഹിച്ചാൽ അത് നടത്തി തരാൻ ഇത് മൈൻഡിലേക്ക് കൊടുത്ത എനർജി ഇക്വേഷൻ ആണ്. അത് നടത്തി തരാൻ പ്രപഞ്ചം മൊത്തം ഗൂഢാലോചന നടത്തുന്നു. ദാറ്റ് മീൻസ് പ്രപഞ്ചം ഗൂഢാലോചന നടത്താന്ന് പറഞ്ഞാൽ ഒരാൾ ആഗ്രഹം നടത്തണമെങ്കിൽ ഭൂമിയിലാണ് അത് നടക്കുക. ഭൂമിയിൽ നടക്കണമെങ്കിൽ ഈ പ്രകൃതിയിലുള്ള പല വിഭവങ്ങളും തീരുമാനിക്കണം, പലതും അതിനുവേണ്ടി പ്രവർത്തിക്കണം. അപ്പൊ നമ്മളും പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്, എല്ലാവരും പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അപ്പൊ പ്രപഞ്ചം ഗൂഢാലോചന നടത്താം, പ്രപഞ്ചം ഗൂഢാലോചന നടത്താൻ ഞാനും മനുഷ്യരാക്കുന്ന നമ്മളും ഇവിടെയുള്ള ഇതര ജീവജാലങ്ങളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഗൂഢാലോചന നടത്തുന്നത്. പലർക്കും ഒരാൾക്ക് അസുഖമുണ്ട്, അസുഖം മാറണം, അയാൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ അസുഖത്തിനുള്ള മരുന്ന് ഒരു പ്രത്യേക തരം കൂട്ടാണ്, അതിൽ തേനുണ്ട്, അതിൽ പല ഇലകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ മരുന്നായിട്ട് അവന്റെ കയ്യിൽ അത് എത്തണമെങ്കിൽ തേനീച്ച വരെ ഗൂഢാലോചന നടത്തണം. തേനീച്ച അറിയുന്നൊന്നുമില്ല ഞാൻ ഈ തേൻ ഉണ്ടാക്കുന്നത് അവന്റെ അസുഖം മാറ്റാനാണെന്ന്. പക്ഷെ അവരും ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തോണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു അലൈനിങ്, അത്തരത്തിലൊരു ഗ്യാതറിങ് എല്ലാവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ രൂപേണ ഗൂഢാലോചന നിനക്ക് നടത്തി തരാൻ എന്ന രൂപയിലുള്ള ആ ഇക്വേഷൻ, ആ സ്റ്റേറ്റ്മെന്റ് ആണ് എനർജറ്റിക്കലി സാന്റിയാഗോന്റെ കയ്യിലുള്ളത്. ആ സ്റ്റേറ്റ്മെന്റും ഹോൾഡ് ചെയ്തിട്ട് ആ സാന്റിയാഗോ മുഴുവനായിട്ട് യാത്ര തുടരുന്നത്. ആ ഇക്വേഷൻ സാന്റിയാഗോയില് എനർജറ്റിക്കലി വർക്കൗട്ട് ആയി. ഇപ്പം സാന്റിയാഗോയുടെ മൈൻഡ് എന്താ ആ സ്റ്റോറിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനു വേണ്ടി അവനെ പാകപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ അവൻ അറിയാത്ത ഭാഷ പഠിക്കുന്നു, അവൻ അറിയാത്ത ജോലികൾ അവൻ ചെയ്യുന്നു, അറിയാത്ത നാട്ടിലെത്തുന്നു, അവിടുത്തെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു, മരുഭൂമിയുടെ ഭാഷ പഠിക്കുന്നു, ആൽക്കെമിസ്റ്റിന്റെ അടുത്ത് എത്തുന്നു. എങ്ങനെയാണ് അവന് അതിൽ എത്തിച്ചേരാൻ പറ്റുക, അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അതിന് പിറകിൽ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് എങ്ങനെ നടക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാത്ത, ഇപ്പോൾ എങ്ങനെയെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ കുറച്ച് കാര്യം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ നടന്നൂലേ എന്ന്, എങ്ങനെ എന്നതിന് ഇങ്ങനെയെന്ന് ലാസ്റ്റ് ആണ് ഉത്തരം കിട്ടുക. അതിപ്പോ തന്നെ നമ്മളിങ്ങനെ ഇതിപ്പോ എങ്ങനെ നടക്കാം. അപ്പം നിങ്ങളുടെ ഓണർഷിപ്പ് നിങ്ങൾ സറണ്ടർ ചെയ്തിട്ടില്ല. നടത്തുന്നവൻ അത് നടത്തട്ടെ, അതിലേക്ക് ഞാൻ സറണ്ടർ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ എന്ന അവസാന ഇക്വേഷൻ വരാണ്ട് അതിലേക്ക് നോക്കിയിരിക്കുക. എങ്ങനെയിൽ നിന്നും ഇങ്ങനെയിലേക്ക് എത്താൻ എന്താണോ ഫില്ല് ചെയ്യേണ്ടത് അത് കറക്റ്റ് ഫില്ല് ചെയ്തിരിക്കുക. അതായത് ഞാൻ പറഞ്ഞ ട്രൂത്തിലേക്ക് സറണ്ടർ ചെയ്യുക. ഓണർഷിപ്പ് കംപ്ലീറ്റ് ക്രിയേറ്ററിലേക്ക് കൊടുക്കുക. ഈ ബോധത്തിൽ ഇരുന്നാല് എങ്ങനെയാന്ന് വെച്ചാൽ അതെനിക്കറിയില്ല, അത് പിന്നെന്താവും, അത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആവും, അതെപ്പോഴേ ഇങ്ങനെ ആവാം. അത് എങ്ങനെയാണോ ഇങ്ങനെ ആക്കുന്നവൻ അവൻ ഇടപെട്ടിട്ട് അങ്ങനെ ആക്കിക്കോളും. നീ ഇപ്പൊ എന്താ പറഞ്ഞോണ്ടിരിക്കണേ, അതെനിക്കും അറിയില്ല. അപ്പൊ നീ എങ്ങനെ ഇതൊക്കെ നടക്കും എന്ന് പറഞ്ഞേ, അതെനിക്കും അറിയില്ല. എനിക്കറിയാണ്ട് പിന്നെ എങ്ങനെ നടക്കാം? പിന്നെ എല്ലാ കാര്യം ഞാൻ അറിഞ്ഞിട്ടല്ല നടക്കണത്. എന്റെ ഡൈജഷൻ നടന്നോണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല, എങ്ങനെ കഴിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടല്ലേ എല്ലാം ഞാൻ അറിഞ്ഞിട്ട് നടക്കണം. ഒരു മിനിറ്റ്, ഞാൻ ഇന്നലെ കഴിച്ച ഷവർമ്മ എങ്ങനെയാണ് ഡൈജസ്റ്റ് ആയത് എനിക്കൊന്ന് അറിയണം. എല്ലാം ഇപ്പൊ നീ അറിയണം, അതിന്റെ ആവശ്യമില്ല. അറിയേണ്ടത് മാത്രം അറിഞ്ഞാൽ മതി. എല്ലാം എനിക്ക് അറിയണമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ചില ആൾക്കാരെ പണിയെടുക്കാൻ സമ്മതിക്കാത്തത്. നിങ്ങൾ ഓർണമെന്റ് ഓർഡർ ചെയ്യാം, അതിനുള്ള പൈസ കൊടുക്കാം, മോഡൽ ചൂസ് ചെയ്യാൻ കൊടുക്കാം. നാളെ മുതൽ ഞാൻ വരെ എന്തിന് തട്ടാൻ, എങ്ങനെ ഇത് തട്ടിമുട്ടി ഉണ്ടാക്കണ നോക്കാൻ. അപ്പൊ ഇതെങ്ങനെ വളയാ, ഇതെങ്ങനെയാ തിരിയാ, ഇതെങ്ങനെയാണ് കറക്റ്റ് ഇങ്ങനെ തന്നെ ലോക്കാവാ, ഇതെല്ലാം കൂടി നോക്കിയിരിക്കാൻ നമുക്ക് പണിയില്ല. വേറെ പണിയില്ലാത്തോണ്ടാ. ഈ പണിയില്ലാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പണി വാങ്ങിക്കുന്നവരെന്ന് ഞാൻ പറയാറില്ലേ. അപ്പൊ ആ രീതിക്ക് അപ്പുറത്തേക്ക് കൊടുക്കേണ്ടടുത്ത് കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. when you can do what you can, God can do what you can't. അപ്പൊ നിങ്ങൾക്ക് പറ്റാത്ത എങ്ങനെ എന്നതിനുള്ള ഉത്തരവല്ല, നിങ്ങൾ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈ, എന്തുകൊണ്ട് നിനക്കത് വേണം, അതിന്റെ ഇന്റൻഷൻ. അത് ദുരാഗ്രഹമല്ല, കാരാഗ്രഹ ബോധത്തിൽ നിന്നല്ല എന്നുള്ള കാര്യം, അത്യാഗ്രഹത്തിൽ നിന്നല്ല എന്നത് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഇനി നിന്റെ മനസ്സിന് അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ വേണം. ആ ഇക്വേഷനിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ഇക്വേഷൻ തുള്ളിയാമൻ ഉള്ളിൽ വന്നു നീയാം കടല്, 1 ഇതുകൊണ്ട് തന്നെ. 2 wherever you are be the soul. അപ്പം എന്റെ സോളിനെ ട്രേഡ് ചെയ്യാതെയാണ് ഞാൻ ഈ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്റെ സോളിന് കൂടി അതിൽ പർപ്പസ് ഉണ്ട്. 2
മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് എന്റെ ഓണർഷിപ്പ് ഞാൻ ഇവിടെയാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്റെ ഓണർഷിപ്പിനെ ഞാൻ അവിടെ കൊണ്ടിട്ടാണ് ക്ലെയിം ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടുന്ന് കിട്ടുന്ന ഓരോ ഇൻഷുറൻസിനും അതിന്റെ ലെവലിനനുസരിച്ചിട്ടാണ് നമുക്ക് അതിനുള്ള ഇൻഷുറൻസ് എമൗണ്ട് കിട്ടുക. അപ്പൊ പ്രീമിയം ആണ്, പ്രോ ആണ്, അൾട്രാ പ്രോയിലാണ് നമ്മൾ കൊടുത്തത്. അവിടെ കൊടുത്തോട്ട് തന്നെ അതിൽ നിന്നും കിട്ടുന്ന ഇൻഷുറൻസ് സാധനങ്ങൾ ആ ലെവലിലായിരിക്കും കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഈ രൂപേണ ഈ ഇക്വേഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സറണ്ടൻസിൽ നിന്ന് കഴിഞ്ഞാൽ ഡു വാട്ട് യു ക്യാൻ ഫോർ ദാറ്റ്. എവിടെയെങ്കിലും വ്യതിചലനങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സ് പണിയിലാണ്. നമ്മൾ കൊടുത്ത ഇക്വേഷനിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ട്രസ്റ്റ് ദ പ്രോസസ്, ട്രസ്റ്റ് ദ പ്രോസസ്. ഒരാൾ പ്രാർത്ഥിച്ച് തവക്കുൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ അടുത്തെന്താണ്? ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സംശയിക്കല്ല പറ്റുന്നത്. അടുത്തെന്താ? സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക. സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കല്യാണം റെഡി ആവാൻ വേണ്ടി പോവാണ്, ഡ്രസ്സ് എടുക്കണ്ടേ, ഒരുങ്ങണ്ടേ, ഫേഷ്യൽ ചെയ്യണ്ടേ, ഹെയർ കട്ട് ചെയ്യണ്ടേ, ഗ്രൂം ചെയ്യണ്ടേ, സെറ്റ് ആവേണ്ടേ, അറ ഒരക്കണ്ടേ, ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ എന്തൊക്കെയാണോ ഈ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങി തുടങ്ങുക എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാലോ നമുക്ക് ഒരു തവണ നടന്നാൽ നമുക്ക് ബോധ്യപ്പെടും ഇങ്ങനെയും ജീവിക്കാല്ലേ, ഇങ്ങനെയും ലൈഫിന് സീക്രട്ട് ഉണ്ടല്ലേ. ആ ഒരു ഹരം എവിടേക്കോ ഇവിടെയുള്ള ആർക്കൊക്കെ കിട്ടിയത് കൊണ്ടാണ് 246 ആഴ്ച ഗൈഡഡ് ടോക്ക് റൺ ചെയ്തത് അല്ലെ. നമ്മൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത, അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമേ വിശ്വാസത്തിന്റെ ഒക്കെ അപ്പുറത്ത് സത്യമായിട്ടുള്ള സത്യം നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, വിശ്വാസത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു ബോധ്യമായിട്ട് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആന ഉണ്ട്, ഈ വിശ്വസിക്കണ്ടോ? ഉണ്ട് എന്ന് ഞാൻ തൽക്കാലം വിശ്വസിക്കുന്നു, പലരും പറഞ്ഞു കേട്ടിട്ട്. എന്നാൽ ആനയെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ആന ഉണ്ടെന്ന് വിശ്വസിക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ പഠിച്ചവനുണ്ട് ഈ വിശ്വസിക്കണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ വിശ്വാസം എന്തിനുള്ളതാണ്? സത്യം അറിയാനും അനുഭവിക്കാനുള്ളതാണ്. ആ രീതിയിലേക്ക് ആടുമെന്നുള്ളതാണ്. അപ്പം സത്യം അറിയുന്നതിൽ നിന്നും നിങ്ങളെ വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് തരത്തിലുള്ള വിശ്വാസമാണെങ്കിലും അതൊക്കെ അന്ധത ബാധിച്ച അന്ധവിശ്വാസമാണ്. എല്ലാ വിശ്വാസങ്ങളും ദൈവം എന്ന സത്യം അറിയുന്നതും അനുഭവിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. അത് അറിയുക, അനുഭവിക്കുക എന്നത് സംഭവിക്കാതെ കാലാകാലം വിശ്വാസമായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയും ആ വിശ്വാസത്തിൽ എന്തോ അന്ധത ഉണ്ട്. കണ്ണടച്ചങ്ങ് വിശ്വസിക്കാൻ നമ്മൾ പറയും. കണ്ണ് തുറപ്പിക്കുന്നതാകണം വിശ്വാസം. കണ്ണ് തുറന്നു പഠിച്ചോനെ, കണ്ട് മനസ്സിലായി, നടന്ന് സംഭവം കൊള്ളാട്ടെ, ഇത് ഇങ്ങനെയൊക്കെ നീ ഇടപെടില്ല, ഐ കാൺ ബിലീവ് മൈ ഐസ് എന്ന രീതിയിലേക്കുള്ള ഒരു അവസരം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ബോധ്യപ്പെടുമാറ് കാണിച്ചു കൊടുക്കാൻ ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾ സോൾ ഇങ്ങനെ ഇരിക്കണം. ഒരു ചാൻസ് തന്നാൽ ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. അത് കാട്ടുന്നതോടുകൂടി മനസ്സും ശരീരവും സറണ്ടർ ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യും. ബാഹുബലിയുടെ മുന്നിൽ ചെറിയ നാട്ടുരാജ്യത്ത് പോയപ്പോ പെട്ടെന്നാണ് ഇവൻ കാലകേനെ കൊന്ന ബാഹുബലി, അമരേന്ദ്ര ബാഹുബലി എന്ന് പറയുമ്പോഴേക്ക് എല്ലാവരും കൂടി തലക്കെ താത്തി ഭയങ്കര സറണ്ടർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഇത്രയും കാലം മനസ്സും ശരീരം മനസ്സിലാക്കി വെച്ചാൽ ഞാനും മീതിയാണ് നിന്റെ ഉള്ളിലുള്ള ആത്മാവിന്റെ ബോധത്തിലോ നീ എന്ന സത്യം എന്ന് അറിയുന്ന മൊമെന്റിൽ നിന്റെ ശരീരവും മനസ്സും നിന്റെ ആത്മാവിന് മുന്നിൽ സമർപ്പിക്കും. നിന്റെ ആത്മാവിന് മുന്നിൽ സമർപ്പിച്ച അവസ്ഥയിൽ നീ ഒരു സുജൂദ് ചെയ്യും. അപ്പൊ നിന്റെ ആത്മാവും ശരീരവും മനസ്സും ഒരുമിച്ച് സമർപ്പണത്തിലാ, സുജൂദിലാ. അത് ഇങ്ങനെ തല താഴ്ത്തി തന്നെ നടക്കണമെന്നൊന്നുമില്ല. അത് നിവർന്നു നിൽക്കുമ്പോഴും ഈ സത്യം ബോധ്യപ്പെടുത്തുക. അപ്പൊ നിന്റെ ശരീരത്തിനും മനസ്സിനും ആ ഒരു സമർപ്പണം, ആ ഒരു സുജൂദ് അനുഭവിക്കണമെങ്കിൽ ഞാൻ പറയുന്നു നീ കുറച്ചുകൂടി വലിയ കാര്യങ്ങളൊക്കെ ഒന്ന് ആഗ്രഹിച്ചും അതിന് പിറകെ പ്രവർത്തിച്ചും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊക്കെ അത് ചെയ്തു പോകും. അപ്പൊ നിനക്ക് ഇങ്ങനെ ബോധ്യപ്പെടാം ഇത് കൊള്ളാട്ടോ, ഇത് സംഭവം ഉള്ളതാട്ടോ, ഇതിങ്ങനെ ഞാൻ പോലും ഇതുവരെ എന്റെ കയ്യിൽ കൂട്ടുന്നത് മാത്രം ചെയ്യുക എന്ന് കരുതി ഞാനിങ്ങനെ പോയതാണ്. ആക്ച്വലി എന്റെ കയ്യിൽ കൂട്ടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ബിക്കോസ് ഐ ആം അൺലിമിറ്റഡ്, ഐ ആം ലിമിറ്റ്ലെസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവൻ എന്തൊക്കെയാണോ അവനായിരിക്കുന്ന എല്ലാത്തിൻ്റെയും ക്വാളിറ്റീസ് നിന്നിൽ തന്നിട്ടുണ്ട്. അത് നിനക്ക് അറിയാൻ വേണ്ടിയിട്ട് അൺസ്റ്റോപ്പബിൾ, അൺലിമിറ്റഡ്, ഇൻഫൈനൈറ്റ്, ടൈംലെസ്, എബണ്ടന്റ്, ഹാർമണി, കൈൻഡ്നെസ്, കമ്പാഷൻ ഏതും തുടങ്ങി എന്തൊക്കെ ഉണ്ടോ, ഹീലർ, എല്ലാ ക്വാളിറ്റിയും നിന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പേരിടുന്ന സമയത്ത് ചില ആൾക്കാര് ദൈവത്തിന്റെ അടിമ, കാരുണ്യവാന്റെ അടിമ, അബ്ദുർ റഹ്മാൻ,
അബ്ദ്, അടിമ, അതായത് അതിലേക്ക് സമർപ്പിച്ചിട്ട് ആ ക്വാളിറ്റി ചാനലൈസ് ചെയ്യാൻ വന്നവൻ, ദൈവത്തിന്റെ കാരുണ്യം എന്ന ക്വാളിറ്റി റിഫ്ലക്ട് ചെയ്യാൻ വന്നവനാണ് ഞാൻ. അപ്പൊ ഞാൻ അബുദാണ്, ഞാൻ സറണ്ടർ ചെയ്തിട്ടുള്ള സമർപ്പിക്കപ്പെട്ടവനാണ്. അല്ലാണ്ട് കാരാഗ്രഹ ബോധത്തിലിരിക്കുന്ന അബുദ് എന്നല്ല. ഞാൻ ഇങ്ങനെ കാരാഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കാം, ഒന്നിനും കൊള്ളാത്ത, അങ്ങനെയല്ല. ഞാൻ അവനിലേക്ക് ഇന്ന് സമർപ്പിച്ച് ഫ്രീ ആയിട്ടിരിക്കുന്നവരാണ്. ഞാൻ രാജാവാണ്. ഞാൻ അബുദ് എന്ന് പറയുമ്പോൾ ഞാൻ രാജാവാണ്. കാരണം രാജാവിന്റെ ക്വാളിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ രാജാവിലേക്ക് എന്നെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അവയർനെസ് ഷിഫ്റ്റ് നടന്നാൽ തന്നെ നിങ്ങൾ, എനിക്കറിയില്ല, ഓരോരുത്തർക്കും ഓരോ ശൈലികളായിരിക്കും. വാട്ട് എവർ കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസസ് ഓർ ദ പ്രയർ പ്രാക്ടീസസ് ഓർ ദ റിച്വൽസ് ദാറ്റ് യു ആർ പ്രാക്ടീസിങ്, ഇറ്റ് സ്റ്റാർട്ട് വർക്കിംഗ് ബിക്കോസ് കണക്ഷൻ ഇസ് റൈറ്റ്. സ്റ്റേറ്റ് കറക്ഷൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ സ്റ്റേറ്റ് കറക്ഷൻ കറക്റ്റ് നടന്നിരിക്കുന്നു. ഈ ബോധത്തിൽ നമ്മൾ നിലനിർത്താൻ പറ്റാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ വിച്ച് അവയർനെസ് യു ആർ ഹോൾഡിങ് വൈൽ യു ആർ പ്രാക്ടീസിങ്. അപ്പൊ കുറച്ച് കറക്ഷൻസ് വരുത്താനുണ്ട്. അപ്പൊ ഞാനെപ്പോഴും ഗൈഡഡ് കോഡ് നമ്മളെ പ്രോഗ്രാം, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഗൈഡഡ് കോഡ് മാനിഫെസ്റ്റേഷൻ ഒന്നും പഠിക്കുന്ന പരിപാടിയല്ല. ഗൈഡഡ് കോഡ് ഈ പറഞ്ഞ ലിങ്ക് കണക്ട് ചെയ്യാൻ എന്തൊക്കെ നിങ്ങളിൽ കറക്ഷൻസ് വരുത്തണം, ആ കറക്ഷൻസ് വരുത്തുന്നത് മാത്രം പ്രോഗ്രാമാണ്. ഇറ്റ് സിംപ്ലി ദാറ്റ്. ആ കറക്ഷൻസ് വരുത്താൻ എന്തൊക്കെയാണോ മൈൻഡും ശരീരവും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമ്മളെ പറ്റിയിട്ട്, അത് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് അൾട്ടിമേറ്റ് ട്രൂത്തിലേക്ക് മനസ്സിന് തന്നെ കണ്ടെത്താൻ പറ്റുന്ന പാകത്തിലേക്ക് മനസ്സിന് അതിന് വേണ്ട അലൈൻമെന്റ് കറക്റ്റ് ചെയ്ത് കൊടുത്ത് വിടാം. അവർ നാച്ചുറലി പോയിട്ട് ട്രൂത്ത് എന്താ കണ്ടെത്തി വരും. നാച്ചുറലി പീപ്പിൾ ഫൈൻഡ് ഇറ്റ്. അല്ലാണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാണിച്ചോളൂ, വാ ഇതാണ് ഇട്ടോ, ഇത് മനസ്സിലാക്കി ഉറപ്പിച്ചോ, പഠിച്ചോ, ഒന്നുകൂടി എന്താണിത്, അങ്ങനൊന്നുമില്ല. നമ്മൾ അതൊന്നും പറയുന്നില്ല. ബട്ട് നാച്ചുറലി മനസ്സിന് കൊടുക്കേണ്ട അലൈറ്റ്മെന്റ് കറക്റ്റ് ആക്കിയിട്ട് ആ ഒരു സീക്കേഴ്സ് തേർസ്റ്റും എന്തൂസിയാസ്റ്റിക് മൈൻഡും അതിനെ രണ്ടും തുറന്നിട്ട് അങ്ങ് വിട്ടുകൊടുക്കുന്ന സമയത്ത് നാച്ചുറലി ദ മൈൻഡ് ഗോ ആൻഡ് വിൽ ഫൈൻഡ് ദ ട്രൂത്ത്. അപ്പൊ മനസ്സ് നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ വർക്ക്ഔട്ട് ആകാൻ തുടങ്ങിയല്ലോ, ഇതിങ്ങനെ മാറാൻ വേണ്ടി തുടങ്ങിയല്ലോ എന്നുള്ളൊരു സംഭവം. സോ ദിസ് ഈസ് ദ തേർഡ് prayer point to take care while you are in the learning of manifestation things ethically and mystically, where your ownership is, how you see your honor, that's how your life reflects. നിങ്ങൾ എങ്ങനെയാണോ മുകളിലുള്ളവനെ കാണുന്നത്, അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു ഹോപ്പും ഇല്ലെങ്കിൽ അവൻ എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യില്ല, ലാസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നു അവനെ. ഫസ്റ്റും ലാസ്റ്റും ബെസ്റ്റും ഒക്കെ അവൻ തന്നെ. വേസ്റ്റിലും ബെസ്റ്റിലും ഫസ്റ്റിലും ലാസ്റ്റിലും ഈസ്റ്റിലും വെസ്റ്റിലും സൗത്തിലും നോർത്തിലും എല്ലായിടത്തും അവൻ തന്നെ എന്ന പ്രിയോറിറ്റിയിലേക്ക് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ മാജിക്സ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. സോ എന്തുകൊണ്ട് പ്രിയോറിറ്റൈസ് ചെയ്യുന്നു? നിങ്ങൾ ആരെ തേടുന്നുവോ, നിങ്ങൾ എന്തിനെ തേടുന്നുവോ അതാണ് നിങ്ങൾ. കഴിഞ്ഞ ഇതിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനെ തേടുന്നുവോ അതാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ദൈവത്തെ പരിശുദ്ധമായവനെ 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 എന്ന് സ്മരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ പരിശുദ്ധവാനാക്കി മാറ്റുന്നു. നിങ്ങൾ ദൈവത്തെ അങ്ങനെ തേടി നിങ്ങളുടെ ലൈഫിൽ അത് വന്നു. നിങ്ങൾ ദൈവത്തെ ഇങ്ങനെ സർവ്വതിനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായവനെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ കുറെ ആൾക്കാരെ പരിപാലിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ നിങ്ങൾ പറയും, ഞാനല്ല ഇത് ചെയ്യണത്, ഞാൻ എൻ്റെ ദൈവത്തെ പരിപാലകനായി കണ്ടപ്പോൾ ഭൂമിയിലെ പരിപാലനത്തിന്റെ റോള് എന്നെ അവൻ ഏൽപ്പിച്ചു. ദൈവത്തെ ഞാൻ നീതിമാനായി കണ്ടപ്പോൾ ഭൂമിയിൽ നീതി നടപ്പിലാക്കുന്നതിന്റെ ചെറിയൊരു ഭാഗം എനിക്ക് അവൻ തന്നു. അപ്പൊ നിങ്ങൾ പരീക്ഷിക്കുന്നവനായി കണ്ടപ്പം ഭൂമിയിൽ ഇരുന്ന് പരീക്ഷണം കൂടി സംവിധാനിക്കുന്നവനാണ് ദൈവം എന്നത് അനുഭവിക്കുന്നതായിട്ട് നിങ്ങൾ അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ ചേഞ്ച് യുവർ പെർസെപ്ഷൻ അബൌട്ട് ദ ഡിവൈൻ ക്രിയേറ്റർ. അതിങ്ങനെ ജസ്റ്റ് ഇവിടെ ഇരുന്ന് കേട്ട് നിർത്തിയാൽ പോരാ, അതിന് നിങ്ങൾ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ വെനെവർ യു ആർ ഇൻ ടു എനി സോർട്ട് ഓഫ് പ്രയർ ഓർ എനി കൈൻഡ് ഓഫ് വിഷിങ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, സ്ട്രെയിറ്റ് ആയിട്ട് അതിലേക്ക് കടന്നു പോവാതെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്റ്റേറ്റ് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് യുവർ സ്റ്റേറ്റ്. ഇപ്പൊ നിങ്ങൾ ആ സ്റ്റേറ്റിലാണ്. വെരി ഗുഡ്. റൈറ്റ് യുവർ വിഷസ്, തിങ്ക് ഓഫ് യുവർ ഡ്രീംസ് ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ ഉള്ളിലൊരു ബോധമുണ്ട്, ഞാൻ ഏത് അവസ്ഥയിലാണ് ചിന്തിച്ചുകൊണ്ട്. അപ്പം ഐ ആം അച്ചീവിങ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ വരും, ഒരു പ്രോബ്ലം ആണ്. ചില ആൾക്കാർ ഡ്രീം ചെയ്യുമ്പോൾ ഒരു വലിയ ഡ്രീം കറക്ഷൻ പോയിന്റ് ആണ്, പ്രോബ്ലം ആണ്. ചില ആൾക്കാർ എനിക്ക് ഇങ്ങനൊരു സംഭവം വേണമെന്ന് ചിന്തിക്കുമ്പോഴേക്ക് തന്നെ സെക്കൻഡ് തോട്ട്, ഞാനത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ, ഞാനിങ്ങനെ ചിന്തിക്കണേ തെറ്റാണോ, വൈ ഞാനിത് അർഹിക്കുന്നില്ല എന്ന് പറയുമ്പം എൻ്റെ ദൈവം എന്നെ അത്രേ ആക്കിയിട്ടുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണേ. അപ്പൊ സെൽഫ് ആക്സെപ്റ്റൻസ് ഇല്ലാണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് സെൽഫ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല? ബിക്കോസ് നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവം നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. എനിക്ക് ഇത്രയൊന്നും അറിവില്ല,
എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിവ് തന്ന ഇടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരാണ് എന്റെ ദൈവം, ഇവര് പറഞ്ഞതാണ് എന്റെ വിധി എന്ന രീതിയിലേക്ക് ആക്കി വെച്ചിരിക്കുക. അപ്പം ദൈവം പോലും എന്നെ അങ്ങനെയൊന്നും ആക്കൂല എന്ന് ഉറപ്പിച്ചിരിക്കുക. കാരണം ദൈവത്തിനേക്കാളും മീതെ ആ ഇടങ്ങളിലുള്ളവരെ നമ്മളുടെ ഹൃത്തളങ്ങളിൽ നമ്മൾ കൊത്തി വെച്ചിരിക്കുക, പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ആ പ്രതിഷ്ഠകളൊക്കെ നമ്മൾ കൊത്തി ഒഴിവാക്കണം, വെട്ടി ഒഴിവാക്കണം, നെഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. സോ വൺസ് യു കം ബാക്ക് ടു ദാറ്റ് സ്റ്റേറ്റ് ഇറ്റ് വർക്ക്സ് മാജിക്കലി. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഇന്നത്തെ ഗൈഡ് ടോക്ക് ഗുണം കിട്ടും തോന്നുന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. ആരെങ്കിലും എവിടെയെങ്കിലും ഗതി കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ വല്ല ഗതിയും കിട്ടിയിട്ട് അവർക്ക് ഒരു ട്രാക്ക് കിട്ടുകയാണെങ്കിൽ ലെറ്റ് ദം അലൈൻ ബാക്ക് ആൻഡ് കം ബാക്ക് ടു ദ ലൈഫ് എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം വീണ്ടും എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും നമ്മളെ GT 250 സക്സസ്ഫുൾ ആക്കണം. ഇതിൽ എത്ര പേര് തീരുമാനിച്ചിട്ടുണ്ട് 250 പ്രോഗ്രാമിന് വരണമെന്ന്? അതൊന്ന് കാണട്ടെ. പ്രസീദിനെ കാണുന്നുണ്ട്, ഷഹാനിനെ കാണുന്നുണ്ട്, സുൽഫത്ത് കൈപ്പൊക്കി കണ്ടു, വേറെ ആര് കൈപ്പൊക്കി? ഫാത്തിബിനെ കണ്ടു, കോച്ച് മുഹമ്മദ് അലി, ഷെരീഫ് കാസിമിനെ കണ്ടു, റിൻഷിനെ കണ്ടു. ഓക്കെ, ഷഹീർ ഉണ്ട്, വെരി ഗുഡ്. നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ ചോദിക്കട്ടോ, അത് വേറെ കാര്യം. ഇത് കുടുംബ പരിപാടിയാണ്, അതുകൊണ്ട് ആരും മറക്കണ്ട. ഇത് ഫാമിലി പ്രോഗ്രാമാണ്. താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. നജ കൈപ്പൊക്കിയിട്ടുണ്ട്, ഷഹാന, ഡോക്ടർ ഷഹല, ഗ്രേറ്റ്, ജസ്ന, ഷബ്നം, ഫാത്തിമ സുഹറ. ഇതുവരെ നമ്മൾ ഒരു ഇവന്റിനും വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരാൻ വേണ്ടി നോക്കുക. സഫ്ന ഉണ്ട്, നമ്മളെ കോച്ചാണ്. UAE-ലുള്ളവർ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനായിട്ടില്ല. നിങ്ങളുടെ ആത്മാവിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടുക. ആ ആത്മാവിനെ നിങ്ങളുടെ നാട്ടിലുള്ള ആരെങ്കിലും ഉള്ളിലാക്കി അങ്ങ് വിട്ടാൽ മതി. യു ക്യാൻ എക്സ്പീരിയൻസ്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മളെ 250th GT നിങ്ങളെ ഈ ഓരോ റെസ്പോൺസ് കാണുമ്പോൾ എന്റെ കോൺഫിഡൻസ് ഒന്നുകൂടി കൂടാണ്. അപ്പൊ ഏതായാലും നമുക്കത് ഗ്രാൻഡ് ആക്കിയിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യണം. എല്ലാവരും നമ്മളെ ന്യൂ ഇയറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആക്കി അത് മാറ്റണം. ഞാൻ പറഞ്ഞു, അതിൽ നമ്മൾ ഒന്ന് വരുന്നത് ഇതുപോലെ GT ആണ്, അല്ലാണ്ട് സാധാ ഇവന്റ് അല്ല. ഉച്ചവരെ ഞാൻ ഈ സംസാരിക്കുന്നത് പോലുള്ള GT തന്നെയാണ്. ഒരു ഡേ മോർണിംഗ് ടു ഉച്ച വരെ പോകുന്നത്. ആഫ്റ്റർനൂണിന് ശേഷം നമ്മുടെ റൂമി നൈറ്റ് വൈബിലുള്ള ഒരു കൈൻഡ് ഓഫ് സെഷൻ, അത് വേറെ തന്നെ സെഷൻ ആയിരിക്കും. കുറച്ചുകൂടി നല്ല സ്പിരിച്വൽ ലയനവും പാടലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു മോഡിലേക്കുള്ള ഒരു പോക്കായിരിക്കുന്നതാണ് ഉച്ചയ്ക്ക് ശേഷത്തെ സെഷൻ തന്നെ. പോയട്രിയും എല്ലാ സംഭവങ്ങളും അതിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരാം. ഒരു ഡേ നമുക്ക് അങ്ങനെ രസകരമായിട്ട് മാറ്റാം. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരണമെങ്കിൽ GT 300 എത്തണം. അപ്പൊ അതെങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. 50 മാസങ്ങൾ ഇനിയും പിന്നീടാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും ഈ അവസരം മിസ്സാക്കാതിരിക്കുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ ചിലപ്പോൾ ചാറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ മെന്റേഴ്സിനെ കണക്ട് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ലിങ്ക് വരും. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കാം. വേറെ ആരെങ്കിലും ഒക്കെ വന്നാൽ നന്നാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ കൂടി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ആൻഡ് ഓൾസോ നമ്മുടെ ഇപ്പോഴത്തെ സീരീസ് ലിങ്കുകൾ നമ്മുടെ GTയുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റിയിലേക്ക് ആർക്കെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്തെന്നുണ്ട് അവരൊക്കെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോൾ നമുക്കറിയാലോ, നിങ്ങൾ ശരിക്കും നോക്കിയാൽ GT 50, 100, 150, 200 ഈ ഓരോ ലെയർ മൈൽ സ്റ്റോൺ പിന്നിടുന്തോറും GTയുടെ ലെവലേ മാറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വിസ്ഡം ഇപ്പൊ എന്നോട് പലപ്പോഴും കോച്ചസ് ഒക്കെ ചോദിക്കാറില്ല, ഇപ്പോഴത്തെ GT ഒക്കെ ഗൈഡഡ് സിറ്റിംഗ് ആണെന്നൊക്കെ ചോദിക്കാം. കോച്ചസിന് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് സെഷൻസ് ആണ്, GCTP-യിലൊക്കെയുള്ള സെഷൻസ് ആണ്. അപ്പൊ അത് അങ്ങനെ വരാനുള്ള കാരണം അത് GCTP വേറെ ലെവലിലേക്ക് പോയി എന്നുള്ളതുകൊണ്ടാണ്. അത് വേറെ തന്നെ ഡയമെൻഷനിലേക്ക് മാറി, കംപ്ലീറ്റ്ലി മാറി GCTP പ്രോഗ്രാംസ് ഒക്കെ. അപ്പൊ ഏതായാലും താങ്ക് യു സോ മച്ച്. ചോദിച്ചപ്പോൾ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തതിൽ, അപ്പം ഈ സ്നേഹം ഇനി ഉണ്ടാവുക, ഈ സ്നേഹത്തിൽ തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ കൺക്ലൂഷൻ നമുക്ക് GT 250 കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒരു ഡേ ഫുൾ ഇരുന്നിട്ട് അന്ന് നമ്മൾ ആ സ്റ്റേറ്റിൽ പോയിട്ട് അവിടെ നമ്മൾ സറണ്ടറൻസിൽ ഇരിക്കും. നമ്മൾ ആ സറണ്ടറൻസ് സ്റ്റേറ്റിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ അവിടുന്ന് മാസ് പ്രെയർ, ദാറ്റ് മീൻസ് നമ്മൾ ആ ഒരു പ്രെയർ മാനിഫെസ്റ്റേഷന് ഒരുപാട് ആൾക്കാർ ഒരേ തോട്ടിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഈ സ്റ്റേറ്റിൽ എല്ലാവരും കറക്റ്റ് എത്തിച്ചിട്ട് ഒരു ഇരുത്തുന്നുണ്ട് സറണ്ടർ ചെയ്തിട്ട്. ആ സ്റ്റേറ്റിൽ നമ്മളൊരു കളക്റ്റീവ് കോൺഷ്യസ്നെസിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക്ഔട്ട് ചെയ്യാണ്. ഇതൊക്കെ നമ്മൾ അവിടുന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുള്ളതാണ്. അപ്പൊ ഏതായാലും വെരി എക്സൈറ്റഡ്. ഇപ്പം നമുക്കൊരു 3 ആഴ്ച കൂടിയുള്ള 3 വീക്കുള്ള, അതുകൊണ്ട് സമയം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് തീരുമാനം എടുത്താൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. വളരെയധികം ശ്രദ്ധിക്കണം. ഏതായാലും വരാൻ തീരുമാനിച്ചോ, സമയം ഉണ്ടല്ലോ എന്ന് കരുതാതെ മേക്ക് യുവർ സെൽഫ് യെസ്, ഞാൻ എന്താ ഈ മൊമെന്റ് ഞാൻ അതിന് റെഡിയാണ്. ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ പലപ്പോഴും കണ്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ GCTP, മെന്ററിങ്, ഇങ്ങനത്തെ ഏതൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ GC വരെ എൻറോൾമെന്റ് എടുത്ത് കഴിഞ്ഞ പോയിന്റ് മുതൽ അവർ ആ കോൺഷ്യസ്നെസ്സിലാണ്. അത് ഇവിടുത്തെ ടേംസ് ആണെന്നവർക്ക് അറിയുള്ളൂ. അതായത് അവർ തീരുമാനിച്ചു എൻറോൾ ചെയ്ത് മുതൽ അവരുടെ ലൈഫിൽ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായി. അവർ പോലെ 2 ഷിഫ്റ്റുകൾ ഇങ്ങനെ വരുന്നത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. എനിക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു എൻ്റെ അപ്ഗ്രഡേഷൻ മെന്ററിങ് അത്യാവശ്യം വലിയ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു പ്രോഗ്രാമാണ്.
അപ്പൊ എന്റെ ഒരു വലിയ വിഷ് ലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിൽ കഴിഞ്ഞ നവംബറിലാണ് ഞാൻ ആക്ച്വലി അതിന് എൻറോൾ ചെയ്യുന്നത്. ആ നവംബറിൽ എൻറോൾ ചെയ്ത് പ്രോഗ്രാം വരുന്നത് ഫെബ്രുവരിയിലാണ്. പക്ഷെ ഏകദേശം ഒരു 20-25 ലാക്സിന്റെ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു അപ്ഡേഷനാണ് എനിക്കുള്ളത്. അപ്പൊ ആ നവംബറിൽ അത് എൻറോൾ ചെയ്ത വെരി നെക്സ്റ്റ് ഡേ മുതൽ തന്നെ എനിക്ക് ചേഞ്ചസ് കാണാൻ പറ്റി. കാരണം എന്റെ മൈൻഡ് അഡ്വാൻസ്ഡ് ആയിട്ട് ക്യൂരിയസ് ആണ് വാട്ട്സ് ഗോണ ഹാപ്പൻ. സോ ആ ലെവലിലേക്ക് എന്റെ മൈൻഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ മേക്ക് യുവർ എൻറോൾമെന്റ് ഫാസ്റ്റർ ആൻഡ് ക്വിക്കർ. അപ്പൊ നിങ്ങൾ ആക്ച്വലി GT 250ലേക്ക് നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. എൻറോൾ ചെയ്തവർ GT ഇരിക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി 250ക്ക് പ്രിപ്പയർ ആയിട്ടാണ് ഇരിക്കുക. മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ യു എൻറോൾഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് GT എന്താ സംഭവിക്കാം? നിങ്ങൾ 250ലേക്കായിട്ട് ഈ വിസ്ഡ് എടുത്തോണ്ടാവാം. വേറെ കുറെ ആൾക്കാർക്കുണ്ട് ഈ വിസ്ഡ് ഒക്കെ ഓരോ വീക്കത്തും കഴിഞ്ഞിട്ട് 250ക്ക് ഫ്രഷ് ആയിട്ടായിരിക്കും അവർ വരാൻ. നോ, ഇഫ് യു ആർ എൻറോൾ ചെയ്തിട്ട് അടുത്ത GTക്ക് നിങ്ങൾ വന്നിരുന്നു നോക്കിയേ, അടുത്ത GT നിങ്ങളുടെ GT 250യുടെ തന്നെ കംപ്ലീറ്റ് ഭാഗമായിട്ട് നിങ്ങളുടെ മൈൻഡ് കോംപ്രഹെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ഡ്യുവൽ ബെനിഫിറ്റ് ഉണ്ട്. സോ എൻറോൾമെന്റ് ക്വിക്ക് ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, അവരെയും കൂട്ടി വരാൻ വേണ്ടി നോക്കുക. ഗ്രാൻഡ് സക്സസ് ആക്കണം. വെരി എക്സൈറ്റഡ് ടു മീറ്റ് യു ഓൾ. കുറച്ചുകൂടി ഒരു ഫ്രീ മോഡിലായിരിക്കും നമ്മൾ 250 ഇവന്റ് വരുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാവരെയും ഒരിക്കൽ കൂടി GT 250ലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എന്തായാലും നമുക്ക് സക്സസ് ആക്കണം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീക്കിൽ കാണാം കേട്ടോ. ബൈ.